കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നിശ്ചല നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. തുറന്നൂസിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 93-ാമത്തെ സെഷനിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഓരോ ദിവസവും അനുഗ്രഹത്തോട് കർത്താവ് നമ്മളെ നടത്തുന്നതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അടുത്ത ഒരാഴ്ചത്തെ ക്ലാസ്സിന് ശേഷം നമുക്ക് 3 ആഴ്ചകളിലേക്ക് ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല, ഒരു ഇടവേളയാണ്, ഒരു ബ്രേക്കാണ്. എന്നാൽ അടുത്ത ആഴ്ചയിൽ നമുക്ക് ക്ലാസ് ഉണ്ട്. അതിനുശേഷം ഉള്ള അടുത്ത 3 ആഴ്ചകളിലേക്ക് ക്ലാസ് കാണത്തില്ല. ഏകദേശം അപ്പോസ്തല പ്രവൃത്തികൾ 15-ാമത്തെ അധ്യായത്തിലേക്ക് കയറി അതൊരു പകുതി വരെയും ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വരുന്ന ആഴ്ചയിൽ ഞാൻ ബ്രേക്ക് ആണെന്ന് പറഞ്ഞത്, നമുക്ക് കോട്ടയത്ത് ഒരു ബൈബിൾ ക്ലാസ്സും അതുപോലെ തന്നെ സംയുക്ത ആരാധനയും ഒക്കെ ആയിട്ട് നമ്മൾ കൂടി വരുവാനായിട്ട് കോടിമത ദ ഗേറ്റ് ചർച്ചിൽ അങ്ങനെ കൂടി വരുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. ജൂലൈ 14-ാം തീയതിയുള്ള സൺഡേയിലെ ആ ഒരു സംയുക്ത ആരാധനയിൽ നിങ്ങൾ ആവോളം കഴിയുന്നവരെല്ലാം ഒന്നിച്ച് ചേർന്ന് വരുവാനായിട്ട് വിശേഷാൽ ഓർപ്പിക്കുകയാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഏകദേശം ജൂലൈ 10-ാം തീയതി മുതൽ നമുക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്നും ഒരു 10-30 പാസ്റ്റേഴ്സ്, ഇവാഞ്ചലിസ്റ്റുകൾ കടന്നു വരുന്നുണ്ട്. അവർക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ഡീപ്പായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക കോച്ചിങ് ക്ലാസ് നടക്കുന്നുണ്ട്. അതിനുശേഷമുള്ള 14-ാം തീയതി ആരാധനയിൽ നമുക്ക് ചേർന്ന് ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആഗ്രഹിക്കുന്നു. കഴിയുന്നത്രയും എല്ലാവരും കോട്ടയത്തെ കോടിമതയിലെ ചർച്ചിൽ കൂടി വരുവാനായിട്ട് എൽദോ ബ്രദറുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഞാൻ വിശേഷാൽ ഓർപ്പിക്കുകയാണ്. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദ ബുക്ക് ഓഫ് ആക്ട്സ്, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്നാണ് നാം തുടർമാനമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 13-ാം അധ്യായമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ച് നിർത്തിയത്. തുടർന്ന് 14-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ആ മുഖമായിട്ട് ഞാൻ ഒന്നും തന്നെയൊന്നും പറയുന്നില്ല. കാര്യം 14-ാമത്തെ അധ്യായം ചിന്തിച്ച് തീർക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 13-14 അധ്യായം പരിശുദ്ധാത്മ നിയോഗത്താൽ പൗലോസിനെയും ബർന്നബാസിനെയും പരിശുദ്ധാത്മാവ് ഒരു നിയോഗത്തിനായിട്ട് മിഷണറി യാത്രയ്ക്കായിട്ട് അയക്കുകയാണ്. അവരെ പ്രാർത്ഥിച്ച് അന്ത്യോക്യയിലെ ചർച്ചിൽ നിന്നും ആ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുകയും പരിശുദ്ധാത്മാവ് കാണിക്കുന്നത് പോലെ, പറയുന്നത് പോലെ ഓരോരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുകയും അതിന് പ്രകാരം അവരുടെ ശുശ്രൂഷ മുന്നോട്ട് പോവുകയുമാണ്. 13-ാം അധ്യായത്തിൽ നാം കണ്ടത് പോളും ബർന്നബാസും അന്ത്യോക്യയിൽ നിന്നും സെലൂക്കിയ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് കപ്പൽ കയറുകയും അവിടെ നിന്നും സൈപ്രസിലെ സലാമീസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. ഞാൻ ആ പിക്ചർ പെട്ടെന്നൊന്ന് കാണിക്കാം. അപ്പൊ നമുക്ക് ഞാൻ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാകും. ഇതാണ് അന്ത്യോക്യ. സിറിയയിലെ അന്ത്യോക്യയിൽ നിന്നും 16 കിലോമീറ്റർ ദൂരെയാണ് സിറിയയിലെ തന്നെ ഒരു പോർട്ട് സിറ്റിയ സെലൂക്കിയ എന്ന് പറയുന്നത്. ആ സെലൂക്കിയയിൽ നിന്നും കപ്പൽ കയറി സലാമീസ് എന്ന് പറയുന്ന ഈ സൈപ്രസിലെ ഒരു പ്രധാന സ്ഥലമാണിത്, സലാമീസ്. അവിടെ എത്തുന്നു. അവിടെ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ ദൂരെയാണ് പാഫോസ് എന്ന് പറയുന്നത്. പാഫോസ് ആണ് ഈ സൈപ്രസിന്റെ ക്യാപിറ്റൽ. അവിടെ എത്തുന്നു, അവിടെ സുവിശേഷം അറിയിക്കുന്നു. അതിനുശേഷം പാഫോസിൽ നിന്നും പെർഗയിലേക്ക് കയറുന്നു. പെർഗ എന്ന് പറയുന്നത് ടർക്കിയാണ്. ടർക്കിയിലേക്ക് കയറുന്നു. പെർഗയിൽ വെച്ചാണ് ജോൺ മാർക്ക് അല്ലെങ്കിൽ യോഹന്നാൻ മാർക്കോസ് ഇവിടെ നിന്നും വേലയിൽ നിന്നും വിട്ടേച്ചു പോകുന്നതായിട്ട് നമ്മൾ കണ്ടു. അതിനുശേഷം പൗലോസും ബർന്നബാസും മാത്രമാണ്. അവർ അവിടെ നിന്നും പെർഗയിൽ നിന്നും പിസിഡിയയിലെ അന്ത്യോക്യ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരുന്നു. മറന്നുപോകലെ 2 അന്ത്യോക്യ ഉണ്ട്. സിറിയയിൽ ഒരു അന്ത്യോക്യ ഉണ്ട്, ടർക്കിയിൽ ഒരു അന്ത്യോക്യ ഉണ്ട്. ഇത് പിസിഡിയയിലെ അന്ത്യോക്യയാണ്. ആ അന്ത്യോക്യയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു അവര് അവിടെ ആരാധിക്കുന്നതായിട്ടും അവിടെ ഒരു യഹൂദിയ സിനഗോഗിൽ പോകുന്നതായിട്ടും അവിടെ അവർ ശുശ്രൂഷിക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. അവിടെ നിന്നും അവരെ ഇക്കോനിയ എന്ന സ്ഥലത്തേക്ക് അവർ ഓടിപ്പോകുന്നതായിട്ടും അവരെ അന്ത്യോക്യയിൽ അവർക്ക് കുറെ പ്രയാസങ്ങൾ യഹൂദന്മാരാൽ ഉണ്ടാവുകയും അവരെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. അവർ ഓടിപ്പോയത് ഐക്കോനിയം എന്ന് പറയുന്ന സ്ഥലം, ഇക്കോനിയ എന്ന് മലയാളത്തിൽ പറയും. 100 കിലോമീറ്റർ അകലെയാണ് ഈ ഐക്കോനിയ എന്ന് പറയുന്ന സ്ഥലം. ഇവിടേക്ക് വരികയും ഇവിടെ നിന്നും ഇവിടെ ലിസ്ട്ര, അതായത് നമ്മൾ മലയാളത്തിൽ ലൂസ്ത്ര എന്ന് പറയും, ലിസ്ട്ര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരികയും ഇവിടെയും ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നിന്നും ഡെർബി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നു. ഡെർബിയിൽ നിന്നും മടക്ക യാത്രയിൽ ഐക്കോനിയയിൽ എത്തുന്നു. അവിടെ നിന്നും അന്ത്യോക്യയിൽ എത്തുന്നു. അവിടെ നിന്നും പെർഗയിൽ വരുന്നു. പെർഗയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് അത്തല്യ എന്ന് പറയും. അത്തല്യ എന്ന് പറയുന്ന ഒരു വലിയ പോർട്ടാണ്. ഈ അത്തല്യയിൽ നിന്നും മടങ്ങി അന്ത്യോക്യയിലേക്ക് പോരുന്നു. ഇതാണ് 13-ഉം 14-ഉം അധ്യായത്തിൽ പറയുന്ന 1-ാമത്തെ മിഷണറി യാത്ര. ഏകദേശം 1200 കിലോമീറ്റർ കാൽനടയായിട്ടും കടൽ വഴിയായിട്ടും 2 വർഷത്തെ ഒരു ശുശ്രൂഷയായിരുന്നു ഈ 1-ാമത്തെ മിഷണറി യാത്ര. 500 കിലോമീറ്റർ ഏകദേശം കടലിൽ കൂടി യാത്ര ചെയ്യുന്നുണ്ട്. 700 കിലോമീറ്റർ കരമാർഗം. നമുക്ക് 700 കിലോമീറ്റർ കരമാർഗം എന്നൊക്കെ ഇന്ന് പറയുന്നത് വലിയ കാര്യമല്ല.
പക്ഷെ അന്ന് കാൽനടയാണ്, വേറെ വാഹനങ്ങളൊന്നുമില്ല. കാൽനടയായിട്ടാണ് ഇവിടെ എല്ലാം നടന്ന് യാത്ര ചെയ്ത് ഈ സുവിശേഷം അറിയിക്കുന്നത്. ഈ പോയ ആ ഒരു റൂട്ട് ഒന്നാമത്തെ 13ഉം 14ഉം അധ്യായങ്ങളിൽ കൂടി ഒന്നാമത്തെ മിഷണറി യാത്ര ചെയ്ത് തീർക്കുകയാണ്. ആ റൂട്ട് നിങ്ങൾക്ക് നല്ല മനഃപ്പാടമായിരിക്കണം. ഈ കാര്യങ്ങളെ നമ്മൾ പിന്നീട് കൊരിന്ത്യ ലേഖനം പഠിക്കുന്നു, ഗലാത്യ ലേഖനം പഠിക്കുന്നു, തെസലോനിക്ക ലേഖനം പഠിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ റൂട്ടും ഈ കാര്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കത് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണ് അവിടെ നടന്നത്, എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഉറക്കത്തിൽ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ചോദിച്ചാലും ഐക്കോനിയ എവിടാണ്, എസിഡിയ എവിടാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാനും മാത്രം നമുക്ക് ആ വിഷയത്തിൽ ഒരു ബൈ ഹാർട്ടായിട്ട് തറവായിരിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുക. 13ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ നാം കണ്ടത് അന്ത്യോക്യയിലെ ചർച്ചിൽ അവർക്ക് അവസരം കൊടുക്കുമ്പോൾ പോൾ എഴുന്നേറ്റ് ആംഗ്യം കാട്ടി അവിടെ തകർത്തു വെച്ച് പ്രസംഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. എന്തായിരുന്നു അവിടുത്തെ പ്രസംഗ വിഷയം? യഹൂദന്റെ വാഗ്ദത്തമായിരുന്ന മശിഹായിലൂടെ സകല മാനവരാശിക്കും രക്ഷ വരുന്നു എന്നുള്ളതായിരുന്നു പോളിന്റെ വിഷയം. അതാണ് പോൾ അവിടെ പ്രസംഗിക്കുന്നത്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഇതാണ് തീത്തോസിന്റെ ലേഖനം 2:11 പോൾ എഴുതിയിരിക്കുന്നത്. ഇത് കേട്ട് ജാതികൾ വളരെ സന്തോഷിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയായി. എന്നാൽ യഹൂദന്മാർക്ക് അതിലൊട്ടും തൃപ്തിയായിരുന്നില്ല. കാര്യം അവരുടെ കുത്തക എന്ന് വിചാരിച്ചിരുന്നതും അവർക്ക് കലാകാലങ്ങളായിട്ട് പിതാക്കന്മാർ മുഖാന്തരം അവരോട് അറിയിച്ചിരുന്ന ദൈവിക അനുഗ്രഹം എന്ന് കരുതിയിരുന്നത് ഇപ്പോൾ സകല ജാതികൾക്കും ലഭിക്കുന്നു എന്ന് പറയുന്നത് അവർക്ക് ഒട്ടും ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ ജാതികൾ ഇത് കേട്ട് വളരെ സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. അടുത്ത ശബത്തിൽ ഞങ്ങളോട് ഇതേപ്പറ്റി കൂടുതൽ പറഞ്ഞു തരണം എന്ന് അവർ അപേക്ഷിച്ചു. അടുത്ത ശബത്തിൽ അന്ത്യോക്യ പട്ടണം മുഴുവനും വന്ന് കൂടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഇടയായി. ബില്ലി ഗ്രഹാമിന്റെ ഒക്കെ പ്രസംഗത്തിന് ആൾക്കാര് തടിച്ചു കൂടുന്നത് മാതിരി ഈ സിനഗോഗിന്റെ 4 ചുറ്റിനും ഭയങ്കരമായിട്ട് ജനം കൂടിയിരിക്കുന്നു. 10,000 ജനം കൂടിയിരിക്കുന്നു. അന്ത്യോക്യയിലെ പട്ടണം മുഴുവനും അവിടെ കൂടിയിട്ടുണ്ട്. എന്നാൽ ഇത് കണ്ടിട്ട് യഹൂദന്മാർ അസൂയ പൂണ്ടു. നമ്മൾ അവിടെ വായിച്ചത് അതിന്റെ 46ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിച്ചത്, ഞാൻ ആ വാക്യം ഒന്ന് കാണിക്കാം. 46ാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് വായിച്ചത്: അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ടു, ദൈവവചനം നിങ്ങളോട് പറയേണ്ടുന്നത് ആവശ്യമായിരുന്നു. അവർക്ക് ഭയങ്കരമായിട്ട് അസൂയ ഉണ്ടായിട്ട് പോളിനും ബർന്നബാസിനും എതിരെ തിരികുകയും അവരെ പ്രസംഗിക്കുന്നത് വിലക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് പൗലോസ് അവരോട് പറയാണ്, ദൈവവചനം നിങ്ങളോട് പറയേണ്ടുന്നത് ആവശ്യമായിരുന്നു. പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ടു, ദൈവവചനം ആദ്യം നിങ്ങളോട് പറയേണ്ടുന്നത് ആവശ്യമായിരുന്നു. എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യർ എന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു എന്ന് പറഞ്ഞു. ഇവിടെ എന്റെ ചോദ്യം, എന്തിനാണ് പോൾ പറയുന്നത് നിങ്ങളോട് ഇത് പറയേണ്ടത്? അപ്പോൾ ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു എന്ന് പറയാൻ കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് അവരോട് പറയാൻ ആവശ്യം? കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഉപദേശം കൊടുത്തിരുന്നത് യഹൂദനാണ്. വേറെ ഒരു മനുഷ്യരും അന്ന് വേറൊരു മാർഗത്തിൽ കൂടെ രക്ഷപ്പെടാൻ വഴിയില്ല. ദൈവം സംസാരിച്ചു കൊണ്ടിരുന്നത് യഹൂദനിൽ കൂടിയാണ്. യഹൂദനാണ് ദൈവം വിളിച്ചു വേർതിരിച്ചിരുന്ന ദൈവജനം. റോമാലേഖനം 9-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. ഞാനത് എടുത്ത് കാണിക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. ആർക്ക്? യഹൂദന്മാർക്കുള്ളതാണ്. ഇത് വേറെ ഒരു മനുഷ്യർക്കും ഉലകത്തിന്റെ കീഴിൽ, സൂര്യന്റെ കീഴിലുള്ള ഒരു മനുഷ്യർക്കും ഇത് പറഞ്ഞിട്ടുള്ളതല്ല. നമ്മളൊന്നും അവർ ഇതിനോട് അടുക്കാൻ പറ്റുന്ന ഒരു തരത്തിലായിരുന്നില്ല. നമുക്കിങ്ങനെ ഒരു വാഗ്ദത്തം ലഭിച്ചിട്ടില്ല. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്. മനസ്സിലായോ? അവരൊരു പ്രിവിലേജ്ഡ് ഗ്രൂപ്പാണ്. ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സന്തതിയാണ്. പിതാവായ ദൈവം അവരെ വിളിച്ച് വേർതിരിച്ച് യഹോവ ദൈവമായി, വിശുദ്ധ ജാതിയായി, അവൻ അവകാശമായ ജനമായി വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന ജനമാ. അതുകൊണ്ട് അവരോട് പ്രസംഗിക്കേണ്ടുന്നത് ആവശ്യമായിരുന്നു. പക്ഷെങ്കിൽ അവർ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യർ എന്ന് വിധിച്ചു കളയുന്നതിനാൽ ഞങ്ങൾ ഇപ്പോൾ ജാതികളിലേക്ക് തിരിയുന്നു എന്ന് പറയുകയാണ്. ഇസ്രായേലിൽ കൂടി വേണം ജാതികളിലേക്ക് ഈ രക്ഷ ചെല്ലുവാൻ. ഇതാണ് വാഗ്ദത്ത പദ്ധതി. ദൈവത്തിന്റെ ജാതികളെ എല്ലാം അങ്ങ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഓഫ്കോഴ്സ് അവര് ദൈവത്തിനെതിരായിട്ട് തിരിയുകയും അർത്തമീസിനെയും അശേര പ്രതിഷ്ഠകളെയും ബാൽ വിഗ്രഹങ്ങളെയും ഒക്കെ ആരാധിച്ച് ഒന്നാമത്തെ കൽപ്പനയായിരിക്കുന്ന ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുതെന്ന് പറഞ്ഞിരിക്കുന്ന ആ കൽപ്പന മുതൽ എല്ലാം തെറ്റിച്ച് കളഞ്ഞിരിക്കുന്ന ജനമാണ്.
അവര് അശേരായെ ആരാധിക്കുന്നവരാ, തമ്മൂസിനെ ആരാധിക്കുന്നവരാ, ബാൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരാ. അവർക്ക് ദൈവവുമായിട്ട് ഇരുട്ടും വെളിച്ചവും തമ്മിൽ എന്ത് ബന്ധമെന്ന് ചോദിക്കുന്ന മാതിരി ഒരു വ്യത്യാസമാണ്. അവർക്ക് ഇതിനോട് അടുക്കാൻ പറ്റത്തില്ല. പഴയ നിയമകാലങ്ങളിൽ ജാതികളായ ഒരു മനുഷ്യൻ മരിച്ചു പോയി കഴിഞ്ഞാൽ നേരെ യാതനാ സ്ഥലം, അതിനുശേഷം അന്ത്യ ന്യായവിധിക്കെങ്കിൽ അവർ എഴുന്നേറ്റ് വരും, നേരെ നരകാഗ്നിയിലേക്ക് പോകും. ഇവിടെ വേറൊരു ഡിസ്കഷന്റെ കാര്യം വരുന്നില്ല. അത്രയ്ക്ക് ക്ലിയറും സ്പഷ്ടവും ആ വിഷയം. നമ്മളെ അതിൽ നിന്നാണ് വീണ്ടെടുത്തിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നത് അവിടെ നിന്നാണ്. നമ്മളെ അന്യരും പ്രത്യാശയില്ലാത്തവരുമായി എഫേസ്യ ലേഖനം 2:12 ഞാൻ സാധാരണ പറയാറുള്ള വാക്യമാണ്. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമാണ്. പിടികിട്ടുന്നുണ്ടോ? നമ്മുടെ ഒരു സ്റ്റാറ്റസ് എന്തുവായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ രക്ഷപ്പെട്ടു, രക്ഷ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാന്ന് വല്ല പിടികിട്ടുന്നുണ്ടോ? ഇതായിരുന്നു നമ്മുടെ അവസ്ഥ. അവിടെ നിന്നും, അതായത് നിത്യ നരകാഗ്നിയിൽ നിന്നും കൈക്ക് പിടിച്ച് നമ്മളെ രക്ഷപ്പെടുത്തിയേക്കുന്നത് മാതിരി നാം രക്ഷപ്പെട്ടിരിക്കുക. ഒരു ചെറിയ സ്ലിപ്പ് ചെയ്ത് അതിൽ വീണു, അവിടെ നിങ്ങൾ കയറി പോരുന്ന രീതിയല്ല അത്. നിത്യ നരകാഗ്നിയാണ്. അതിൽ നിന്നാണ് നമ്മെ രക്ഷിച്ചിരിക്കുന്നത്. ആ രക്ഷ എല്ലാ ജാതികൾക്കും കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു. അവർ തെറ്റിപ്പോയിരുന്നെങ്കിലും ദൈവം കരുണാമയനായ ദൈവം ആ ജാതികൾക്കും ആ രക്ഷ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെങ്കിൽ ആ രക്ഷ യഹൂദനിൽ കൂടി വേണം ജാതികളിലേക്ക് പോകാൻ. ആ ബ്ലെസ്സിങ്സിന്റെ ചാനൽ എന്ന് പറയുന്നത് യഹൂദനാണ്. അവരാദ്യം രക്ഷിക്കപ്പെടണം. യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടവും ശമരിയയിലും കഴിഞ്ഞതിന് ശേഷം വേണം ഭൂമിയുടെ അറ്റത്തോളം പോകാനായിട്ട്. അവരിൽ കൂടി എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, മനസ്സിലായോ? അവര് വേണം, അവരിൽ കൂടെ വേണം ആ പ്രകാശം പോകാനായിട്ട്. മലമേൽ ശോഭിക്കുന്ന പട്ടണം അവരാണ്. എന്നാൽ അവർ തങ്ങളെ തന്നെ തെറ്റിച്ചു കളഞ്ഞതിനാൽ, അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യരെന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് പോകുന്നു എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. എന്റെ 46-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ട ഭാഗത്ത് ഒരു കാര്യം കൂടെ ഞാൻ ഒരു അല്പം ഒന്ന് സ്ട്രെസ് ചെയ്ത് കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ അത്രയും സമയം കിട്ടാഞ്ഞുകൊണ്ട് അധികം അതിനെ സ്ട്രെസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ അത് ഒന്നുകൂടെ ഒന്ന് കാണിക്കാം. പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ടു. ഇതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ച വിഷയമാണ്. 1-ാമത്തെ ലൈൻ കണ്ടോ? അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ടു. പള്ളിയിൽ പ്രസംഗിക്കുന്നതിന് എന്ത് ധൈര്യം വേണ്ടിയിട്ടാണ്? അവരെ വിളിച്ചിരിക്കുകയാണ്, അവിടുത്തെ ഗസ്റ്റ് ആണ്, അവർ യഹൂദനാണ്. അത് ഗമാലിയലിന്റെ പാദപീഠത്തിലിരുന്ന് തിരുവചനം അഭ്യസിച്ചിരിക്കുന്ന പൗലോസാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് അവിടെ എന്ത് ധൈര്യമാണ് വേണ്ടുന്നത്? അതാണ് ഇവിടുത്തെ വിഷയം. ഈ ധൈര്യം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ, then Paul and Barnabas waxed bold. അവർക്ക് ആ ധൈര്യമില്ലാതെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇതേ സെയിം സിനാരിയോ ആണ് പത്രോസ് അപ്പോസ്തലനും യോഹന്നാൻ അപ്പോസ്തലനും അപ്പോസ്തല പ്രവർത്തികൾ 4 നമ്മൾ പഠിച്ചത്. സന്നിധിൻ സംഘത്തിന്റെ നടുവിൽ നിൽക്കുക. എന്തിനാ? സുന്ദരം എന്ന ഗോപുരവാദത്തിൽ ഇരുന്നിരുന്ന ഒരു മുടന്തനെ അവർ സൗഖ്യമാക്കി. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ് കൈക്ക് പിടിച്ച് ജന്മന അമ്മയുടെ ഉദരം മുതൽ മുടന്തനായിരുന്ന ഒരു മനുഷ്യനെ അവർ സൗഖ്യമാക്കി. അന്ന് അവരെ നേരെ ക്രൂശിക്കാനായിട്ട് പിടിക്കുക. അതായത് അവരെ സുന്ദരം എന്ന ഗോപുരവാദത്തിങ്കൽ, യെരുശലേം ദേവാലയത്തിന്റെ ഒരു മെയിൻ സ്ഥലമാണ് ആ സുന്ദരം എന്ന ഗോപുരം. അവിടെ നിൽക്കുക. അവിടെ ജനം മുഴുവനും തടിച്ചു കൂടിയിരിക്കുക. ഈ പെന്തക്കോസ് നാൾ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളാണ്. അപ്പൊ ലോകത്തിലുള്ള ജനങ്ങൾ മുഴുവനുണ്ട്. അന്ന് തന്നെ ഏകദേശം ഒരു 5000 പുരുഷന്മാരാണ് ഈ വിശ്വാസത്തിലേക്ക് വരാനായിട്ട് ഇടയായത്. ഒരു ഭയങ്കര ജനക്കൂട്ടത്തിന്റെ നടുവിൽ വെച്ച് പത്രോസിനെയും യോഹന്നാനെയും പരസ്യമായിട്ട് പിടിക്കുക. ആരാ? മഹാപുരോഹിതനുണ്ട്, ശാസ്ത്രിമാരുണ്ട്, പരീശന്മാരുണ്ട്, സന്നിധിൻ സംഘമുണ്ട്. അവരെല്ലാം ചേർന്ന് പിടിച്ചേക്കുക. പിടിച്ചിട്ട് എന്താണ് പത്രോസിനോട് യോഹന്നാനോടൊക്കെ പറയുന്നതെന്നറിയാമോ? മേലാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവിടെ പ്രസംഗിച്ചുകൂടാ. ഇങ്ങനെ യാതൊരു വിധത്തിലും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവിടെ പ്രസംഗിക്കാൻ പാടില്ല. അവർക്ക് താക്കീത് കൊടുക്കുക, അവരെ അടുപ്പിച്ചു വിടുക. 12 അപ്പോസ്തലന്മാരെ ഉള്ള 12 അപ്പോസ്തലന്മാരിൽ മെയിൻ 2 പേരാണ് പത്രോസും യോഹന്നാനും. തൂണുകൾ എന്നറിയപ്പെടുന്ന 3 പേരിൽ 2 പേരാ. അവരെ ചാട്ടവാറിന് അടുപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ അതിന്റെ സീരിയസ്നെസ് എന്താന്ന്? ആരാ അടുപ്പിക്കുന്നത്? മഹാപുരോഹിതനാണ് അതിന് ഓർഡർ ഇടുന്നത്. സന്നിധിൻ സംഘമാണ് അതിന് ഓർഡർ ഇടുന്നത്. ഇവരുടെ രക്ഷയെക്കുറിച്ചാണ് ഈ പ്രസംഗിക്കുന്നത്. പക്ഷെ എന്നുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാകുന്നില്ല. ഒരു സെയിം സിറ്റുവേഷനിലാണ് പോളും ബർന്നബാസും ഇവിടെ ആയിരിക്കുന്നത്. എന്നാൽ അവരെന്താണ് ആ സാഹചര്യത്തിൽ ചെയ്തത്? ഞാനൊരു വാക്യം ഒന്ന് കാണിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം.
അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം, പ്രവൃത്തികളിലാണ് നമ്മൾ ആ ഒരു റെഫറൻസ് കണ്ടത്. അതിന്റെ 4-ാം അധ്യായം 29-ാം വാക്യം. അവിടെ കണ്ടില്ലേ, അവർക്ക് ആ താക്കീത് കൊടുത്തിട്ട് അവരെ അടുപ്പിച്ചിട്ട് അവരെ വിട്ടു കഴിയുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ചെന്ന് ലിറ്റിൽ ഫ്ലോക്സ് ബാക്കി ശിഷ്യന്മാരോടും അവരോട് കൂടെയുള്ള മറ്റു കൂട്ടരോടും ചേർന്നിട്ട് അവർ ഒന്നിച്ച് പ്രാർത്ഥിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിച്ച്? ഇപ്പോഴോ കർത്താവെ അവരുടെ ഭീഷണികളെ നോക്കണമേ. കണ്ടോ, യഹൂദന്മാർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് നോക്കണമേ. അടുത്ത വാക്യം, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. കണ്ടോ, ഈ ധൈര്യത്തിന് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിച്ചു. ഇവിടെ പത്രോസ് അപ്പോസ്തലനും യോഹന്നാൻ അപ്പോസ്തലനും അവർ വാണിംഗ് കൊടുത്ത് അടി കൊടുത്ത് അവരെ തിരിച്ചയക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്ന കണ്ടോ, ചെന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് വേറെ ഒരു വിഷയങ്ങളുമല്ല. ഞങ്ങൾക്കിത് വീണ്ടും പ്രസ്താവിക്കാൻ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം, അതായത് യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ആ പ്രാർത്ഥന കേട്ടോ. അടുത്ത ലൈൻ കണ്ടോ, അടുത്ത വാക്യം കണ്ടോ, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോട് പ്രസ്താവിച്ചു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇവർക്ക് വേണ്ടുന്നത് ഈ ഒരു ആത്മീക ധൈര്യമാണ്. പത്രോസിനും പന്തിരുവർക്കും യെരുശലേമിൽ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ ഈ ധൈര്യം വേണമെങ്കിൽ ഇവിടെ പൗലോസിനും ബർന്നബാസിനും ഇസ്രായേലിന്റെ രക്ഷ അത് ജാതികളിലേക്ക് പോകുന്നുവെന്ന് പ്രസംഗിക്കാൻ ഈ ധൈര്യം അവർക്ക് ആവശ്യമാണ്. അതാ പറയുന്നത് പൗലും ബർന്നബാസും ധൈര്യം പൂണ്ടുവന്ന്. കാര്യം പ്രസംഗിക്കുന്ന യഹൂദന്മാരോടാ, യഹൂദ സിനഗോഗിലാ പ്രസംഗിക്കുന്നത്. അവരോട് പ്രസംഗിക്കുന്നത് നിങ്ങളുടെ രക്ഷ ജാതികളിലേക്ക് പോകുന്നു എന്ന് പ്രസംഗിക്കണം. ഹല്ലേലൂയ. ഇവിടെ പത്രോസും യോഹന്നാനും പറയുന്നത് യേശു ക്രിസ്തുവിനാലാണ് ഈ അടയാളങ്ങൾ നടക്കുന്നത്. നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശു തന്നെ ക്രിസ്തു എന്നാണ് പത്രോസും യോഹന്നാനും ഇവിടെ പ്രസംഗിച്ചതെങ്കിൽ അന്ത്യോക്യയിൽ പൗലോസും ബർന്നബാസും പ്രസംഗിക്കുന്നത് നിങ്ങളുടെ രക്ഷ ജാതികളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതിന് അവർക്ക് ദൈവത്തിന്റെ ധൈര്യം വേണം. ഈ ധൈര്യം ഒത്തിരി എടുത്ത് പൗലോസ് പറയുന്നുണ്ട്. ഇന്ന് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമുള്ളത് ഈ ധൈര്യത്തെക്കുറിച്ചാണ്. പൗളിന്റെ ഒത്തിരി ഭാഗങ്ങളിൽ ഈ ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പറയുന്നുണ്ട്. ഒരു വാക്യം കൂടെ ഞാനൊന്ന് കാണിച്ചോട്ടെ. തെസലോനിക്ക ലേഖനം 1 തെസലോനിക്കർ 2-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം ഞാനൊന്ന് വായിച്ചു മാത്രം വിടാം. തെസലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിന്റെ 2-ാം അധ്യായം 2-ാം വാക്യം. അവിടെ പറയുക, നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോട് ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരിക്കുന്നു. ഈ സംഭവമൊക്കെ നിങ്ങൾക്കൊന്നും മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്താ പോൾ എഴുതിയേക്കുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഫിലിപ്പിയയിൽ ആദ്യമായിട്ട് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ചെന്നിരിക്കുക. ലിഡിയയുടെ ഭവനത്തിലെ കൂട്ടായ്മ. അവിടെ വെച്ച് സുവിശേഷം പ്രസംഗിച്ചതിന് അവരെ പിടിച്ച് കാരാഗ്രഹത്തിലിട്ടിരിക്കുക. റോമൻ പട്ടാളം കാരാഗ്രഹത്തിലിട്ടിരിക്കുക. കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കുന്നതും അത്ഭുതകരമായിട്ട് അവർ വിടുവിക്കപ്പെടുന്നതും ഒക്കെ ആയിട്ടുള്ള രംഗമാണ് ഫിലിപ്പിയയിലെ. അവിടെ വെച്ച് പറയാം, നിങ്ങൾ അറിയുന്നത് പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച കഷ്ടവും അപമാനവും അനുഭവിച്ചു. സ്ട്രിപ്പ് ചെയ്ത് തുണി ഉരിച്ച് നഗ്നരായിട്ട് റോഡിൽ കൂടെ നടത്തിയൊക്കെ ഇവരെ അടിച്ചിട്ടുള്ളത്. അതുപോലെ അപമാനം സഹിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പറയുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള അപമാനങ്ങളൊക്കെ സഹിക്കുമോ? ഇത്ര വലിയ പ്രയാസങ്ങൾ ഉണ്ടായാൽ കർത്താവ് കരുതത്തില്ലേ എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. നമുക്ക് ഏത് കഷ്ടവും സഹിക്കാനുള്ളൊരു പ്രത്യേക വരമാണ് നമുക്ക് തരുന്നത് ദൈവം. ഇവിടെ പറയാണ് ഫിലിപ്പിയിൽ വെച്ച കഷ്ടം അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോട്. അത്ര എളുപ്പമായിരുന്നില്ല അവിടെ ഈ കാര്യം പറയാൻ. ഞങ്ങൾ പറയുമ്പോഴത്തേന് ഞങ്ങളെ പൂമാലയിട്ട് സ്വീകരിക്കുകയും പറയുന്നത് ആൾക്കാർ കേൾക്കുകയും ചെയ്യുന്ന ഒരു മാർഗമല്ല ഞങ്ങൾ ഈ പറയുന്നത്. പോരാട്ടത്തോട് ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഈ ധൈര്യം വളരെ അത്യന്താപേക്ഷിതമാണ് ക്രിസ്ത്യാനിക്ക്. ഈ സുവിശേഷം പ്രത്യേകിച്ച് പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാമധേയ ക്രിസ്ത്യാനിയായിട്ട് ഇപ്പൊ പോകുന്ന രീതിയിലുള്ള ഒത്തിരി ക്രിസ്തീയ സഭകളും സെറ്റപ്പുകളും ഉണ്ട്. ആ രീതിയിൽ പോകുന്നതിന് പ്രത്യേകിച്ച് ധൈര്യമൊന്നും വേണ്ട. എന്നാൽ സത്യ സുവിശേഷം പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനോടുള്ള രക്ഷ പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ധൈര്യം വേണം. റോമാലേഖനത്തിൽ ഒരു വാക്യം കൊടുന്ന് കാണിച്ചോട്ടെ. അവിടെ പറയാണ് 15-ാം അധ്യായം അതിന്റെ 15, 16 വാക്യങ്ങൾ. അവിടെ പറയാണ്, എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശദീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ
ഞാൻ ദൈവത്തിന്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ ക്രിസ്തുയേശുവിന്റെ ശുശ്രൂഷകനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തും വണ്ണം ഞാൻ ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഇതൊന്നും ഈ നീട്ടിപ്പിടിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഒരു നടക്കൊന്നും മനസ്സിലാകത്തില്ല ഇത് വായിച്ചു കഴിഞ്ഞാൽ. ഇതിനെ നമ്മൾ നിർത്തി നിർത്തി വായിച്ച് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കണം. ഇവിടാണ് ഇംഗ്ലീഷിന്റെ ട്രാൻസ്ലേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞിരിക്കുന്നത് വളരെ ക്രിസ്പാ കാര്യങ്ങൾ. അതിന്റെ 15ാമത്തെ ഇത് കണ്ട് അവിടെ പറഞ്ഞു, nevertheless brethren, I have written the more boldly unto you in some sort, as putting you in mind, because of the grace that is given to me of God. എത്ര സിമ്പിളും എത്ര സ്ട്രേറ്റ് ഫോർവേഡ് വന്നു. അടുത്ത ലൈൻ കണ്ടോ, that I should be the minister of Jesus Christ to the Gentiles, ministering the gospel of God, that the offering up of the Gentiles might be acceptable, being sanctified by the Holy Ghost. എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കുറേയേറെ നേരം പറയണം. പക്ഷേ ഞാൻ ആ റെഫറൻസ് അങ്ങനെ ഒന്ന് വായിച്ചു വിടുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് ഈ സുവിശേഷം അറിയിക്കുവാൻ ഞാൻ അതിധൈര്യം പലയിടത്തും കാണിക്കേണ്ടി വന്നിരിക്കുന്നതിന്റെ റെഫറൻസ് അപ്പോൾ അവിടെ പറയുന്നത്. ഈ ധൈര്യമാണ് ആക്ച്വലി നമുക്കിന്ന് ക്രിസ്ത്യാനികൾക്ക് ആവശ്യമായിരിക്കുന്നത്. ഇന്നൊരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സത്യം മനസ്സിലായിട്ട് നമുക്കത് പറയുവാനുള്ള ഒരു ധൈര്യം കാണിക്കണം. ഒരു ധ്രുവ് റാട്ടി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഈയിടെയായിട്ട് വളരെ വൈറലായിരിക്കുന്ന, വളരെ ഫേമസ് ആയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇന്ത്യയിലുള്ള ധ്രുവ് റാട്ടി എന്ന് പറയുന്ന ഒരു ഹരിയാനക്കാരൻ. അദ്ദേഹം ചെയ്തിരിക്കുന്ന യൂട്യൂബ് വീഡിയോകൾ, ഒരു യൂട്യൂബ് ബ്ലോഗറാണ്. യൂട്യൂബ് വീഡിയോകൾ ഇന്ത്യൻ ഭരണതലത്തെ തന്നെ ഈ കഴിഞ്ഞ ഇലക്ഷനെ തന്നെ പിടിച്ചു കുലുക്കുന്ന രീതിയിൽ, വൺ മാൻ ഒറ്റയാൾ പട്ടാളം എന്നുള്ള രീതിയിൽ ആ ചെറുപ്പക്കാരനെ കൊണ്ട് ഒരു ഭയങ്കര ഇമ്പാക്ട് ഇന്ത്യയിൽ ഉണ്ടാക്കുവാനായിട്ട് കഴിഞ്ഞു. ധ്രുവ് റാട്ടി നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം, നിങ്ങൾക്ക് കാണാം. അതുപോലെ ഒരു ചെറുപ്പക്കാരന്, ആ മനുഷ്യന്, ആ യങ്സ്റ്ററിന് അത്രയും ഒരു കോളിളക്കം സൃഷ്ടിക്കുവാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അമൂല്യമായ ഈ ഒരു അനുഗ്രഹമാണ് നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ഉലകത്തെ മുഴുവനും രക്ഷിക്കുന്ന ഒരു പദ്ധതിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത്രയും ഭയങ്കര ഒരു വലിയ സുവിശേഷം നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുക. നമുക്ക് പ്രയാസങ്ങൾ ഓരോന്നും പ്രസംഗിക്കുവാനും ഓരോരുത്തരെയും നമുക്ക് ഭയവും പേടിയും ഭയങ്കര എന്താണെന്നറിയത്തില്ല. നമുക്ക് നമ്മുടെ ബന്ധക്കാരോട് പോലും ഈ സുവിശേഷം പറയാൻ നമുക്ക് പേടിയാണ്. നമ്മുടെ സഹോദരങ്ങളോടാകട്ടെ, നമ്മുടെ സുഹൃത്തുക്കളോടാകട്ടെ ഈ ഒരു രക്ഷാകരമായ പദ്ധതി പങ്കുവയ്ക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ പങ്കുവെച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ അത് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ദൈവം പ്രവർത്തിക്കും. അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളം ദൈവം തുറക്കും. നമുക്ക് ബലാത്കാരമായിട്ട് ഒരു മനുഷ്യനെയും രക്ഷാ പദ്ധതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയത്തില്ല. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. സുവിശേഷം അറിയിക്കുന്നവന്റെ കാൽ എത്ര മനോഹരം. നമ്മളോട് പ്രസംഗിക്കാനാ പറഞ്ഞേക്കുന്നത്. ആരെ നമുക്ക് ബലാത്കാരമായിട്ട് ഈ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിയത്തില്ല. അത് ദൈവം ചെയ്തോളും. ദൈവം നമ്മളെ ഉപയോഗിക്കുന്നത് ദൈവവചനം പ്രസംഗിക്കാനുള്ള ഒരു സോഴ്സ് ആയിട്ടാണ്. അതിനാണ് ദൈവത്തിന് ആളിനെ വേണ്ടത്. അതാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. വേലയോ അധികമുണ്ട്, വേലക്കാരോ ചുരുക്കമാകിയാൽ ആരെ ഞാൻ ഇനി അയക്കും? ദൈവം നമ്മളോടാ ചോദിക്കുന്നത്. അവിടെ നമ്മൾ പേടിച്ചും ഭയന്ന് നിൽക്കേണ്ട ഒരു സമയമല്ല ഇത്. നിങ്ങൾ രണ്ടെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സംശയം ആദ്യം ദൂരീകരിക്കണം. ഇത് 101% വാസ്തവമായിട്ടുള്ള ഒരു സത്യമാണ് നമ്മൾ ഈ പ്രസംഗിക്കുന്നത്. തിരുവചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാത്ത ഒരു പരമസത്യമാണ് നമ്മൾ ഈ പഠിപ്പിക്കുന്നത്. അത് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ നിങ്ങളാൽ കഴിയുന്ന നിങ്ങളുടെ ഫേസ്ബുക്കിലും നിങ്ങളുടെ വാട്സാപ്പിലും ഒക്കെ ഉള്ള മുഴുവൻ ആൾക്കാരെയും ഈ സന്തോഷം അറിയിക്കേണ്ടതാണ്. കാര്യം അത്രയ്ക്ക് ഒരു പരമസത്യമാണ് നമ്മൾ ഈ ഷെയർ ചെയ്യുന്നത്. അതിനൊരു ധൈര്യം നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു റെഫറൻസ് ഒന്ന് കാണിച്ചിട്ട് ഞാൻ അവിടുന്ന് മാറാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. ദൈവം ഈ നരകത്തിലേക്ക് അയക്കുന്ന ഒരു ലിസ്റ്റ് പറയുന്നുണ്ട്. ഇത് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. എന്നിരുന്നാലും ദൈവം ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാരെ അല്ലെന്നുണ്ടെങ്കിൽ എന്ത് കാരണത്താൽ ആരെയൊക്കെ നരകത്തിലേക്ക് അയക്കുന്നു എന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് പറയുന്നുണ്ട്. അതിൽ തുടങ്ങുന്നത് കണ്ടോ, ഭീരുക്കൾ എന്ന് പറഞ്ഞിട്ട്. ഭീരുക്കൾ എന്ത് ഭീരുവ? സാത്താനെ പേടിയുള്ളവരോ, അതോ പാമ്പിനെ പേടിയുള്ളവരോ, അതോ പട്ടിയെ പേടിയുള്ളവരോ? ആരെ പേടിയുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്? ദൈവവചനം സത്യമാണെന്ന് മനസ്സിലായിട്ട്
ദൈവത്തെ അനുസരിക്കാതെ മറ്റുള്ള വീട്ടുകാരെയും നാട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ ഭയന്ന് ഈ സത്യം അറിയാതിരിക്കുന്നതിനെയാണ് ഭീരുക്കൾ എന്ന് പറയുന്നത്. ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ. കുലപാതകമൊക്കെ 4ാമത്തെ ലിസ്റ്റിലാണ് വരുന്നത്. അതിന്റെയൊക്കെ എത്ര ഡിഗ്രി മേലെയാണ് ഭീരുക്കൾ എന്ന് നോക്കണം. ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഫോഷ്ക്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിൽ അത്രേ. അത് 2ാമത്തെ മരണം. ഞാൻ എന്തിനാ അത് കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ധൈര്യം. നമുക്ക് കർത്താവിന്റെ ദാസന്മാരാണെന്ന് പറയുവാൻ, സത്യസുവിശേഷം ഇന്നതാണെന്ന് പറയുവാൻ ഒരുത്തരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ധൈര്യത്തോട് പ്രസംഗിക്കാൻ ഓരോരുത്തർക്കും ആ ആത്മീക ധൈര്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുക. ഹല്ലേലൂയ. 13ാം അധ്യായം കഴിഞ്ഞ് നാം 14ലേക്ക് കടക്കാനായിട്ട് പോവുകയാണ്. 13ാം അധ്യായത്തിന്റെ അവസാനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. കർത്താവിന്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപിച്ചു. അവർ ശക്തമായിട്ട് അവിടെ പ്രസംഗിച്ചു. ആ നാട്ടിൽ, അതായത് ആന്റിയോക്യയിൽ ഒക്കെ അവർ പ്രസംഗിക്കുകയും അനേകർ വന്നു കൂടുകയും അവർ ആ സത്യം മനസ്സിലാവുകയും ചെയ്തു. 49-50 വാക്യം, യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലോസിന്റെയും ബർന്നബാസിന്റെയും നേരെ ഉപദ്രവം ഉണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. വളരെ ആദരവോട് അവരെ പ്രസംഗിക്കാനായിട്ട് ക്ഷണിച്ചതാണ്. അവർ പ്രസംഗിച്ചു തുടങ്ങുകയും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ആലോചന അവരെ അറിയിക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് കണ്ടില്ലേ, അവര് ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഒക്കെ ഇളക്കി പൗലോസിന്റെയും ബർന്നബാസിന്റെയും നേരെ ഉപദ്രവം ഉണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. അടുത്ത വാക്യം, എന്നാൽ അവർ തങ്ങളുടെ കാലിലെ പൊടി അവരുടെ നേരെ തട്ടിക്കളഞ്ഞ് ഇക്കോനിയയിലേക്ക് പോയി. അങ്ങനെ അവർ ഇക്കോനിയയിലേക്ക് പോവുകയാണ്. ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. കേട്ടവർക്കൊക്കെ വളരെ സന്തോഷമായി തീർന്നു. അങ്ങനെ അവര് ഇക്കോനിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അന്ത്യോക്യയിൽ നിന്നും ഇക്കോനിയയിലേക്ക് പോവുകയാണ്. അതാണ് നമ്മൾ 14ാമത്തെ അധ്യായത്തിൽ പഠിക്കുന്നത്. 14ാം അധ്യായത്തിലേക്ക് നമ്മൾ കയറുകയാണ്. 13ഉം 14ഉം അധ്യായമാണ് ഈ 1ാമത്തെ മിഷണറി യാത്ര പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിന്നും ഇക്കോനിയയിലേക്ക് പോവുകയാണ്. ഇന്ന് ഈ അധ്യായം ഞാൻ സംസാരിച്ച് തീർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്നെ ശ്രദ്ധിച്ചിരിക്കുവാൻ ഞാൻ വിശേഷാൽ ഓർപ്പിക്കുക. ഇവിടെ നിന്നും ഐക്കോനിയയിലേക്ക് പോകുന്നു. ഞാൻ ആദ്യത്തെ 7 വാക്യങ്ങളൊന്ന് വായിക്കാം. ഇക്കോനിയയിലേക്ക് പോകുന്ന ഭാഗം. ഇക്കോനിയയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്നു. യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. തരക്കേടില്ല, നല്ലൊരു ഇമ്പാക്ട് അവിടെ ഉണ്ടാക്കുകയാണ്. വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു. കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവൻ തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നിന്നു. അവരുടെ കൈയാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. എന്നാൽ പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ചു. ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പോസ്തലന്മാരുടെ പക്ഷത്തിലുമായി. അവരെ അപമാനിപ്പാനും കല്ലെറിയുവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളോടുകൂടി ഒരു ആക്രമം ഭാവിച്ചപ്പോൾ അവർ അത് ഗ്രഹിച്ച് ലൂസ്ത്ര, ദർബ എന്ന ലുക്കവോന്യ പട്ടണങ്ങളിലേക്കും ചുറ്റുമുള്ള ദേശങ്ങളിലേക്കും ഓടിപ്പോയി അവിടെ സുവിശേഷം അറിയിച്ചു പോന്നു. ഇത്രയും നമ്മളൊന്ന് ചിന്തിച്ചിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇവിടെ ഇക്കോനിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരികയാണ്. 14ാം അധ്യായത്തിന്റെ ഓവർവ്യൂ എന്ന് പറയുന്നത് 1 മുതൽ 7 വരെ നമ്മൾ ഈ വായിച്ച ഭാഗം ജനം 2 പക്ഷത്തായിട്ട് തിരിയുകയും കഷ്ടങ്ങളും പ്രതികൂലങ്ങളും അപ്പോസ്തലന്മാരുടെ നേരെ അഴിച്ചുവിടുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ 1 മുതൽ 7 വരെയുള്ള ഭാഗം. 2 പക്ഷത്തായിട്ട് ജനം ഇവിടെ തിരിയുകയാണ്. 8 മുതൽ 20 വരെയുള്ള ഭാഗം നോക്കിയാൽ അവിടെ ഒരു മുടന്തന്റെ സൗഖ്യം കാണാം. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന ഒരു മനുഷ്യന്റെ സൗഖ്യവും പൗലോസിനെ അവരെ സൗഖ്യമാക്കുന്നതിനാൽ പൗലോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതായിട്ടും കാണുവാനായിട്ട് കഴിയും. പൗലോസിനെ കല്ലേറിനാൽ മരണപ്പെടുന്നു. മുടന്തന്റെ സൗഖ്യവും തന്മൂലം പൗലോസ് കല്ലേറിനാൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. 8 മുതൽ 20 വരെ. 21 മുതൽ 28 വരെയുള്ള വാക്യം അന്ത്യോക്യയിലേക്കുള്ള മടക്കയാത്ര. 1ാമത്തെ മിഷണറി യാത്ര കഴിഞ്ഞ് അവര് മടക്കയാത്ര തിരിച്ചു മടങ്ങി സിറിയയിലെ അന്ത്യോക്യയിലേക്ക് പോകുന്നു. 21 മുതൽ 28 വരെ. ഇത്രയും കാര്യങ്ങളാണ് ഈ 14ാമത്തെ അധ്യായത്തിലുള്ളത്. അന്ത്യോക്യയിൽ നിന്നും ഓടിപ്പോകേണ്ടുന്ന സാഹചര്യം നമ്മൾ 13ാം അധ്യായത്തിൽ ചിന്തിച്ചു. അവിടുത്തെ സിനഗോഗിൽ നിന്ന് അവർ പ്രസംഗിക്കുകയും ജനം കൂടുകയും പട്ടണം മുഴുവനും തടിച്ചുകൂടുകയും അവരോട് ആ രക്ഷാ സന്ദേശം അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ അവരെതിരായിട്ട് തിരികുകയും
അവിടെയുള്ള മാന്യ സ്ത്രീകളെയും മറ്റുള്ള ജാതീയ നേതാക്കളെയും ഒക്കെ ചേർത്തിട്ട് അവർക്കെതിരായിട്ട് വലിയ ഉപരോധം ഏർപ്പെടുത്തി അവരെ ആ അന്ത്യോക്യ പട്ടണത്തിൽ നിന്ന് തന്നെ പുറത്താക്കുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവർ ഓടിപ്പോയത് എങ്ങോട്ടാണ്? ഇക്കോന്യ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. ഐക്കോനിയം ഏകദേശം 100 കിലോമീറ്റർ 98 കിലോമീറ്റർ അകലെയാണ് ഈ ഐക്കോനിയ, ഇന്ന് കോന്യ എന്ന് പറയുന്ന പട്ടണം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ പോലെ ഒരു പ്രയാസം ഉണ്ടാകത്തില്ലെന്ന് വിചാരിച്ചാണ് അങ്ങോട്ട് പോയത്. എന്നാൽ പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോ പന്തം കൊളുത്തി പട എന്ന് പറയുന്ന ഒരു സ്ഥിതിയാണ് അവിടുത്തേത്. അന്ത്യോക്യയിൽ നിന്നും ഇക്കോനിയയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ ഇവിടെ പ്രസംഗിക്കണ്ട എന്ന് പറഞ്ഞതേ ഉള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര ഭയങ്കര ഉപദ്രവം, ഭയങ്കര പ്രതിരോധം നമുക്കത് കാണുവാനായിട്ട് കഴിയും. അത്ര ഭയങ്കര പ്രശ്നങ്ങളാണ് ഇക്കോനിയയിൽ ഉണ്ടായത്. എന്നിരുന്നാലും നേരെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഇക്കോനിയയിലെ പള്ളിയിൽ പ്രസംഗിക്കുക. ഒന്നാമത്തെ വാക്യം ഇങ്ങനെ തുടങ്ങുക: ഇക്കോനിയയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. ചെല്ലുന്നത് നേരെ യഹൂദന്റെ പള്ളിയിലേക്ക്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ രക്ഷിക്കപ്പെടണം. കാലാകാലങ്ങളായിട്ട് ഇവർക്കുള്ള രക്ഷയാണ്. അതിൽ നിന്നാണ് അവർ വീണു പോയിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം ആ വാതിൽ അവർക്ക് തുറന്നു കിട്ടണം. എത്ര പ്രയാസങ്ങൾ ഉണ്ടായാലും വീണ്ടും വീണ്ടും അവരോട് സുവിശേഷം അറിയിക്കുക, അവരുടെ പള്ളിയിൽ പോയി സുവിശേഷം അറിയിക്കുക. വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം അവിടെ അവരോട് സംസാരിച്ചു. അനേകർ വിശ്വസിച്ചു, ജാതികളും യഹൂദന്മാരും. വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. അവന്റെ അടുത്ത വാക്യം: എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു, കർത്താവിൽ ആശ്രയിച്ചു, പ്രാഗൽഭ്യത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവൻ തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു. ഈ ഒരു വലിയ ഉപദേശമാണ് പൗലോസ് അപ്പോസ്തലനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ആ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു. കൃപയാൽ വിശ്വാസം മൂലം എല്ലാവരും രക്ഷിക്കപ്പെടുന്ന സ്വർഗീയ സന്തോഷം ആ വചനത്തിന്റെ സാക്ഷിയായി താൻ നിൽക്കുകയാണ്. അവരുടെ കൈയാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ തക്കവണ്ണം അവർക്ക് വരം നൽകി. അതായത് വിശ്വസിച്ചവരുടെ കൈയാൽ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുവാൻ വരം നൽകിയിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഇക്കോനിയയില് പൗലോസ് ചെന്ന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് യഹൂദന്മാര് രക്ഷിക്കപ്പെട്ടു. എന്നാൽ ഇവിടെ പ്രശ്നം ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒത്തിരി യവനന്മാര്. എന്താ ഈ യവനന്മാരെന്ന് പറയുന്നത്? ഈ ടർക്കി മുഴുവനും, ടർക്കി എന്നല്ല, അന്ന് ലോകം മുഴുവനും അലക്സാണ്ടർ ചക്രവർത്തിയുടെ കീഴിലായിരുന്നു. യവനായ ചക്രവർത്തിയായിരുന്നു. അതായത് ഗ്രീക്ക് ഹെലനിസ്റ്റിക് എന്ന് പറയും. ഹെലനിസ്റ്റിക് ചക്രവർത്തി ആയിരുന്നു അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്നത്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ദേശമാണ് ഇതെല്ലാം. ഇപ്പൊ റോമൻ അധികാരത്തിലാണ്. ഇതിനു മുമ്പ് ഗ്രീക്ക് പശ്ചാത്തലത്തിലും അധികാരത്തിലുമായിരുന്നു. അതുകൊണ്ട് ഇവരെല്ലാവരും ഗ്രീക്ക് ഭാഷ സംസാരിക്കും. ഗ്രീക്ക് കൾച്ചർ ഇവർക്കെല്ലാം അറിയാം. അതുകൊണ്ടാണ് പറയുന്നത് യവനന്മാരെന്ന് ഇവിടെ ഇവരെ കുറിച്ച് പറയുന്നത്. വിശ്വസിക്കുന്നവരുടെ കൈയാൽ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുവാൻ തക്കവണ്ണം വരം നൽകി. മനസ്സിലായോ? കാര്യങ്ങൾ അല്പം കൂടെ വിശാലമാവുകയാണ്, ഇവിടെ വിപുലമാവുകയാണ്. അതായത് ഈ ഒരു വിശ്വാസത്തിലേക്ക് വരുന്നവരെ കൊണ്ട് തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കത്തക്കവണ്ണം അവരതുപോലെ വിശ്വസിച്ചവരുടെ കൈയാൽ അത്ഭുതങ്ങൾ നടക്കിയ. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തവര് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പൗലോസിന് പ്രയാസമുണ്ടാകുമോ ഇല്ലയോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇത്ര വലിയ പ്രയാസങ്ങൾ അനുഭവിച്ച് സഹിച്ച് ഇവരോട് ഈ സുവിശേഷം പറഞ്ഞ് അവര് തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അവര് തന്നെ ഒരു മരിച്ച ഒരാളെ എഴുന്നേൽപ്പിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് മുടന്തനായിരിക്കുന്ന ഒരാളെ സൗഖ്യപ്പെടുത്തുക, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും അവരിൽ കൂടെ നടക്കുക. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവർ ആ ഉപദേശം വിട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ എത്രമാത്രം പ്രയാസം ഉണ്ടാകും നമുക്ക്. ഇതാ പോൾ ഗലാത്യരോട്, ഇത് ഗലാത്യ ദേശമാണ്. ഈ പ്രദേശത്തിനെയാണ് ഗലാത്യ സഭകൾ എന്ന് പറയുന്നത്. ഈ ഗലാത്യ സഭയ്ക്ക് പോൾ പിന്നീട് ലേഖനം എഴുതി കഴിഞ്ഞപ്പോൾ പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? ഇവരെല്ലാം തെറ്റിപ്പോയി. പോളിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം 12 അപ്പോസ്തലന്മാരുടെ സ്ഥലത്ത് നിന്നും യഹൂദിയ മശിഹായുടെ ഉപദേശവുമായിട്ട് ചിലർ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ അതിലേക്ക് മാറിപ്പോകുവാനായിട്ട് ഇടയായി തീർന്നു. അതായത് കൃപയിൽ നിന്നും അവർ പ്രവൃത്തിയിലേക്ക് മാറിപ്പോകുവാനായിട്ട് ഇടയായി തീർന്നു. ഗ്രേസ് ടു ലീഗലിസത്തിലേക്ക് മാറിപ്പോകുവാനായിട്ട്. മനസ്സിലായോ? അതായത് ന്യായപ്രമാണം അനുസരിക്കണം, പരിച്ഛേദന അനുസരിക്കണം, ആ ഒരു യഹൂദിയ മശിഹായുടെ ആ ഒരു റൂട്ടിലേക്ക് പോകുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് അപ്പോൾ ഇവിടെ ഇവർക്ക് ലേഖനം എഴുതിയപ്പോൾ പറയുന്നത്, ഹേ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്നൊക്കെ ചോദിക്കുന്ന ആ ഭാഗം, നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മായ്ക്കത് ആരെന്നൊക്കെ ചോദിക്കുന്ന ഭാഗം, അതേ അധ്യായത്തിന്റെ തന്നെ 4-ാമത്തെ വാക്യം കണ്ടു. അവിടെ പറയുകയാണ്, വെറുതെ അത്രേ എന്ന് വരികിൽ നിങ്ങൾ ഇത് വിശ്വസിച്ചത് വെറുതെ ആയിരുന്നു.
എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. മനസ്സിലായോ? ഇവരുടെ കൈയാൽ തന്നെ വീര്യപ്രവൃത്തികൾ നടന്ന സ്ഥലമാണ്. ഇവര് തന്നെ സൗഖ്യവും വീര്യപ്രവൃത്തികളും ഇവരുടെ കൈയാൽ നടന്ന സ്ഥലമാണ്. അതുകൊണ്ട് അപ്പോൾ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ. ഈ ഈ അപ്പോസ്തല പ്രവൃത്തികൾ പറയുന്ന ആ ഭാഗത്തിന്റെ റെഫറൻസ് അത്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. മനസ്സിലായോ? അത് പോൾ അവരോട് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഈ ഇക്കോന്യ ലുക്കവോന്യ പട്ടണങ്ങളിലെല്ലാം വിശ്വസിച്ചവരിൽ കൂടെ ഭയങ്കര അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ നമ്മുടെ പഴയ വാക്യത്തിലേക്ക് തന്നെ മടങ്ങി വരാം. 14-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. അവൻ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു അവരുടെ കൈയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. എന്നാൽ പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ചു. ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പോസ്തലന്മാരുടെ പക്ഷത്തിലും ആയി മാറി. ഇവിടെ ഒരു ഭയങ്കര ഭിന്നിപ്പ്, ഒരു ഡിവിഷൻ ഉണ്ടാവുകയാണ്. രണ്ടായിട്ട് ജനം മാറുകയാണ്, യഹൂദന്മാരുടെ പക്ഷത്തും അപ്പോസ്തലന്മാരുടെ പക്ഷത്തുമായിട്ട്. ഇവിടെയാണ് ഇവരെ ആദ്യമായിട്ട് അപ്പോസ്തലന്മാരെന്ന് വിളിച്ചു തുടങ്ങുന്നത്. പൗലോസിനെയും ബർന്നബാസിനെയും ബൈബിളിൽ ആദ്യമായിട്ട് അപ്പോസ്തലന്മാർ എന്ന് വിളിക്കുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ രണ്ട് ഗ്രൂപ്പായിട്ട് ജനം തിരിഞ്ഞിരിക്കുക. ഒന്ന് യഹൂദന്മാരുടെ ഗ്രൂപ്പ്, മറ്റ് അപ്പോസ്തലന്മാരുടെ പക്ഷം. അടുത്ത വാക്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, അവരെ അപമാനിപ്പാനും കല്ലെറിയുവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളോടുകൂടി ഒരു ആക്രമം ഭാവിച്ചപ്പോൾ അവർ അത് ഗ്രഹിച്ചു. അതായത് ഇവരെ ഉപദ്രവിക്കാനായിട്ട് ജനം ആക്രമിക്കാനായിട്ടും കല്ലെറിയാനായിട്ടും പ്ലാൻ ഇട്ടു. കല്ലേറുക എന്നൊക്കെ പറയുന്നത് ചുമ്മാതെ കല്ലെറിയല്ല, കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ടാണ് പ്ലാന്. ഭയങ്കര പ്ലോട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് ഉപദ്രവിക്കുക, മേലാൽ പിന്നെ ആ ദേശത്ത് ആളിനെ കാണാതാക്കുക, കല്ലെറിഞ്ഞ് ജനത്തെ എതിരായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ജനം എല്ലാം കൂടി ചേർന്ന് കല്ലെറിയും. ഇവരുടെ ഒരു ഭയങ്കര രീതി അത്, കല്ലെറിഞ്ഞ് കളയും. അങ്ങനെ ആ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് പ്ലാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ അടുത്ത വാക്യം, അവരെ അപമാനിപ്പാനും കല്ലെറിയുവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളോടുകൂടി ഒരു ആക്രമം ഭാവിച്ചു. ആരാ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നതെന്ന് നോക്കിക്കേ, മുഴുവനും യഹൂദന്മാരാ. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ? യഹൂദന്മാരാണ് പോളിനും ബർന്നബാസിനും എതിരായിട്ടും ദൈവവചനത്തിനും ഇവരെന്താ പ്രസംഗിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ ക്രൂശാ പ്രസംഗിക്കുന്നത്. അതിലൂടെ സകല മാനവരാശിക്കും രക്ഷ എന്നാ പ്രസംഗിക്കുന്നത്. കർത്താവിന്റെ ക്രൂശിനെ വരച്ച് കാണിക്കുക, അതിലൂടെ രക്ഷ വന്നിരിക്കുന്നു സകല മനുഷ്യർക്കും. അത് പ്രസംഗിക്കുന്നതിന് യഹൂദൻ ആദ്യം എതിർക്കും. ഇതേ യഹൂദന്റെ സ്ഥാനത്താണ് നിങ്ങൾ ഇന്ന് ക്രിസ്ത്യാനി എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിനെ കാണേണ്ടത്. ഞാനും നിങ്ങളുമായിരിക്കുന്ന ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇന്ന് ഈ യഹൂദന്റെ സ്ഥാനത്ത്. ഈ പൗലോസും ബർന്നബാസും പ്രസംഗിക്കുന്ന ഈ സുവിശേഷമാണ് നമ്മൾ ഇന്ന് അറിയിക്കുന്ന ഈ കൃപയുടെ സുവിശേഷം. ഇത് പ്രസംഗിക്കുന്നവരെ അന്ന് പോളിനെ യഹൂദൻ ഉപദ്രവിച്ചതുപോലെ ഇന്ന് നാം ഇത് പ്രസംഗിച്ചാൽ ക്രിസ്ത്യാനികൾ നമ്മളെ ഉപദ്രവിക്കും, നമുക്കെതിരായിട്ട് തിരിയുവാനായിട്ട് ഇടയായി തീരും. നാമധേയ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആൾക്കാരും കാര്യം ഈ ഒരു സത്യം മനസ്സിലാകാത്തവര് അതിനെതിരായിട്ട് തിരിയും. കല്ലെറിയുവാനും ജാതികളും യഹൂദന്മാരുടെ അവിടുത്തെ പ്രമാണികളും കൂടി ആക്രമം ഭാവിച്ചപ്പോൾ അവർ അത് ഗ്രഹിച്ച് അവർക്കെതിരായിട്ട് തിരിഞ്ഞിരിക്കുന്നത് കണ്ടില്ലയോ? ഇതേ ഒരു ആക്രമണം ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് കൃപയുടെ സുവിശേഷം പറയാൻ നമുക്ക് ആത്മീക ധൈര്യം വേണ്ടുന്നത്. ഇതിന്റെ ഒരു എൻഡ് റിസൾട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ വരവാകണം, അല്ലെങ്കിൽ നമ്മുടെ മൂക്കിൽ നിന്ന് ശ്വാസം പോകണം. അന്ന് നമുക്ക് അറിയാൻ പറ്റും എന്താണ് നമ്മൾ ഈ പറയുന്ന സുവിശേഷത്തിന്റെ അതിന്റെ ഒരു എൻഡ് റിസൾട്ട് എന്താണെന്നുള്ളത്. പക്ഷെ എന്നുണ്ടെങ്കിൽ അതിനുശേഷം ഒരു കറക്ഷൻ വരുത്താൻ നമുക്ക് കഴിയത്തില്ല. ഇതാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. അതുകൊണ്ട് ഈ പ്രസംഗിക്കുന്നത്, ഈ പഠിക്കുന്നത് വചനം അങ്ങനെ തന്നെയോ, പൗലോസും ബർന്നബാസും അത് തന്നെയാണോ പ്രസംഗിച്ചതെന്ന് ഓരോ ലൈൻ ബൈ ലൈനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതിനുശേഷം ഇതിന്റെ ആ റെഫറൻസ് നിങ്ങൾക്ക് ഓരോ ലേഖനങ്ങളിലും കയറുമ്പോൾ കാണുവാനായിട്ട് കഴിയും. ഓളത്തിനും താളത്തിനും നമ്മൾ എന്തെങ്കിലും പഠിച്ചു പോയിട്ട് കാര്യമില്ല. ഇവിടേക്ക് എന്താ നടക്കുന്നതെന്ന് വാസ്തവമായിട്ട് മനസ്സിലാക്കണം. പോളും ബർന്നബാസും പ്രസംഗിക്കുമ്പോൾ അതിനെതിരായിട്ട് തിരിഞ്ഞിരിക്കുന്നത് കംപ്ലീറ്റ് ജനങ്ങളും യഹൂദന്മാരും ജാതികളും അവരെ കല്ലെറിയാനായിട്ട് തിരിഞ്ഞിരിക്കുക. കാര്യം ഈ സത്യം അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. ഇവിടെ അവർ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അവരെ സുവിശേഷം അറിയിച്ചു, ആ ദേശത്തെല്ലാം സുവിശേഷം അറിയിച്ചു. ഇവിടെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇവരെന്ത് സുവിശേഷമാണ് പ്രസംഗിക്കുന്നതെന്ന് വാസ്തവമായിട്ട് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇവരാരെങ്കിലും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും,
വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവീന്നാണോ ഇവർ ഈ പ്രസംഗിക്കുന്നത്? നിങ്ങൾക്ക് ഒരു അല്പമെങ്കിലും സെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്നുള്ള സുവിശേഷമാണോ ഇവർ പ്രസംഗിക്കുന്നത്? നിങ്ങൾ ഒരു അല്പമെങ്കിലും സെൻസോടെയും ദൈവ സ്നേഹത്തോടെ ഈ കാര്യങ്ങളെ മനസ്സിലാക്കണം. പോളും ബർന്നബാസും ഇവിടെ പ്രസംഗിക്കുന്നത് കർത്താവിന്റെ ക്രൂശ, ആ ക്രൂശിലൂടെ ഒഴുകിയ രക്തമാണ്. അതിലെ വിശ്വാസത്താൽ സകല മാനവരാശിക്കും രക്ഷ എന്നുള്ള സുവിശേഷമായി പ്രസംഗിക്കുന്നത്. ഇവിടെ ഒരുത്തരെയും മാനസാന്തരപ്പെട്ട് മടങ്ങി വരാനും സ്നാനപ്പെടാനും കാത്തിരിക്കാനും ഒന്നും അല്ല ഈ പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു എന്നുള്ള സുവിശേഷമായി പ്രസംഗിക്കുന്നത്. ഒരു മനുഷ്യനെ ഇവിടെ ആരും സ്നാനപ്പെടുത്തുന്നില്ല. പോളിന്റെ മിഷണറി യാത്ര, ഒന്നാമത്തെ മിഷണറി യാത്ര മുഴുവനും കറങ്ങി 1200 കിലോമീറ്റർ പോയിട്ട് 2 വർഷം ശുശ്രൂഷിച്ച് മടങ്ങി പോകുന്നിടത്ത് ഒറ്റ ഒരുത്തരെ സ്നാനപ്പെടുത്തും നിങ്ങൾക്ക് കാണത്തില്ല. ഇന്ന് സ്നാനം ഇല്ല. ഇന്ന് നമ്മുടെ രക്ഷയ്ക്ക് സ്നാനം, അതായത് വാട്ടർ ബാപ്റ്റിസം ഇന്നത്തെ നമ്മുടെ രക്ഷയ്ക്ക് ഒരു ആവശ്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര പാടാ. ഇവിടെ ഒന്നാമത്തെ മിഷണറി യാത്രയിൽ ആയിരക്കണക്കിന് 10,000 ജനങ്ങളെ രക്ഷിച്ചുകൊണ്ട് 1200 കിലോമീറ്റർ യാത്ര ചെയ്തതിനു ശേഷം 2 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോഴും ഒരു മനുഷ്യനെ സ്നാനപ്പെടുത്തിയ ചരിത്രം നിങ്ങൾ ഇവിടെ കാണത്തില്ല. പോൾ പ്രസംഗിക്കുന്നത് മുഴുവൻ കർത്താവിന്റെ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ഇരിക്കുന്നു. യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? ഇവിടുത്തെ സുവിശേഷം നിങ്ങൾ മനസ്സിലാക്കണം. സ്നാനത്തിലും മാനസാന്തരത്തിലും മടങ്ങിവരവിലും ഒക്കെ രക്ഷിക്കപ്പെടുന്നത് യഹൂദന്റെ സുവിശേഷമാണ്. അത് യഹൂദിയ മശിഹായുടെ സുവിശേഷമാണ്. അതല്ല ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻസ് എന്നുള്ള സുവിശേഷം പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കപ്പോ ചോദിക്കാം, അടുത്ത രണ്ടാമത്തെ മിഷണറി യാത്രയുടെ ഭാഗമായിട്ടൊക്കെ പോൾ സ്നാനപ്പെടുത്തുന്നുണ്ടല്ലോ? ഉണ്ട്, പലയിടത്തും സ്നാനപ്പെടുത്തുന്നുണ്ട്, സ്നാനം അനുവദിക്കുന്നുണ്ട്. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്നാനത്തെ കുറിച്ചുള്ള ഒരു പരിപൂർണ റെവലേഷൻ അന്നും പോളിന് ലഭിച്ചിട്ടില്ല. രണ്ടാമത് സ്നാനപ്പെടുക എന്ന് പറയുമ്പോൾ ഒരാൾ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. പോളിന്റെ ഒരു പ്രധാന ഫൗണ്ടേഷണൽ ഡോക്ട്രിൻ പോൾ പറയുന്നത് യേശുവിനെ ക്രിസ്തുവെന്ന് ആദ്യം മനസ്സിലാക്കണം. അവൻ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുവിനെ പ്രസംഗിക്കാം. ആ യേശു ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാൻ ധൈര്യം കാണിച്ച് ചിലര് സ്നാനപ്പെടുത്തുന്നതിനെ പോൾ വിലക്കിയിരുന്നില്ല. ലെറ്റ് ഇറ്റ് ബി ദെയർ എന്നുള്ള രീതിയിൽ. കാര്യം അതൊരു ദോഷമായിരുന്നില്ല, ധൈര്യമാണ് കാണിക്കുന്നത്. ഞാൻ യേശുവിന്റെ സാക്ഷി എന്നുള്ള രീതിയിൽ ഒരു പരസ്യ പ്രഖ്യാപനമാണ് കാണിക്കുന്നത്. ദാറ്റ്സ് ഗുഡ്, ലെറ്റ് ഇറ്റ് ബി ദെയർ എന്നുള്ള രീതിയിൽ പോൾ അതിനെ വിലക്കിയിരുന്നില്ല. എങ്കിലും അമിതമായിട്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. ഒരു മനുഷ്യരെ പോലും ഒന്നാമത്തെ മിഷണറി യാത്രയിൽ താൻ സ്നാനപ്പെടുത്തുന്നില്ല. 1-2 പേരെ സ്നാനപ്പെടുത്തുന്നതായിട്ട് അടുത്ത മിഷണറി യാത്രയിൽ കാണുന്നുണ്ട്. കാര്യം ഇതാണ്, ആ ഒരു ധൈര്യം കാണിക്കാൻ ചിലർ മുന്നോട്ട് വരുന്നവരെ വിലക്കിയിരുന്നില്ല. എന്നാൽ അതൊരു ഫണ്ടമെന്റൽ ഡോക്ട്രിൻ അല്ല. ആയിരുന്നെങ്കിൽ പോളിന് വെള്ളത്തിൽ നിന്ന് കയറാൻ സമയം കാണത്തില്ലായിരുന്നേനെ. ഇവിടുന്നൊക്കെ തോട്ടിൽ നിന്നും ആറ്റിൽ നിന്നും കയറാൻ സമയം കാണത്തില്ലായിരുന്നേനെ. അതല്ല നമ്മുടെ സുവിശേഷം. പോൾ 2 പേരെ അവിടെ സ്നാനപ്പെടുത്തിയില്ല എന്ന് ചോദിക്കാം. ഉണ്ട്. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിലക്കിയിട്ടുന്നില്ല. അവര് യേശു ക്രിസ്തുവിനെയാണ് സാക്ഷിക്കുന്നത്. അതുകൊണ്ട് അതിനെ വിലക്കിയിരുന്നില്ല. എന്നാൽ അമിതമായിട്ട് ഒരിടത്തും പ്രോത്സാഹിപ്പിച്ചതായിട്ട് നിങ്ങൾ കാണത്തില്ല. വരുന്ന ക്ലാസ്സുകളിൽ മുന്നോട്ട് പോകുമ്പോഴും ഞാൻ ഇതിനെ കൂടുതൽ വെളിപ്പെടുത്താം. ഞാൻ 8-ാമത്തെ വാക്യം മുതൽ നമുക്ക് തീർമാനമായിട്ട് വായിക്കാം. ഇവിടെ 7-ാമത്തെ വാക്യം വരെയാണല്ലോ നമ്മൾ വായിച്ചത്. 6 ദർബ എന്ന ലുക്കവോന്യ പട്ടണങ്ങളിലേക്കും ചുറ്റുമുള്ള ദേശത്തിലേക്കും ഓടിപ്പോയി അവിടെ സുവിശേഷം അറിയിച്ചു പോന്നു. എന്തുകൊണ്ടാണ് ഓടിപ്പോയത്? പേടിച്ചിട്ട് ഓടിപ്പോയതാണോ എന്ന് ചോദിക്കാം. എന്നാൽ പേടിച്ചിട്ടല്ല, ആവശ്യമില്ലാതെ നിന്ന് അവരൊരു പ്ലോട്ട് പ്ലാൻ ചെയ്യുക എറിഞ്ഞു കൊല്ലാനായിട്ട്. അവിടെ എന്നെ എറിഞ്ഞോളാൻ എന്ന് പറഞ്ഞിട്ട് നെഞ്ചു വിരിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് ധൈര്യം, ദൈവം കൊടുത്തിരിക്കുന്ന ധൈര്യം. അതിന് ധൈര്യപ്പെട്ട സുവിശേഷം പറയുക. എന്നാൽ അവരെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്യുന്നു എന്ന് കാണുമ്പോൾ പിന്നെ അവിടെ നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവിടുന്ന് മാറി ലൂസ്ട്രയിലും അടുത്ത സ്ഥലങ്ങളിലേക്കും ഡെർബയിലേക്കും ഒക്കെ മാറി അവിടെ പോയി സുവിശേഷം അറിയിക്കുക. അവിടെ പോയി പാത്തിരിക്കുകയല്ല, അവിടെ ഒന്നും പേടിച്ചിരിക്കുകയല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം അവിടെ പോയി സുവിശേഷം പരസ്യ യോഗമാണ്. തിരിച്ച് ഇവിടെയും വരുന്നുണ്ട്. ഈ ഏറും ബേളവും ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെയും വന്ന് സുവിശേഷം പറയുന്നുണ്ട്. ഓടിപ്പോയി അവിടെ സുവിശേഷം അറിയിച്ചു. അടുത്ത 8 മുതലുള്ള ഭാഗങ്ങൾ 8 മുതൽ 20 വരെ ഒരു മുടന്തന്റെ സൗഖ്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരു മുടന്തന്റെ സൗഖ്യത്തെ കുറിച്ചും തൽഫലമായിട്ട് പോളിനെ അവരെ എറിഞ്ഞ് കൊല്ലുന്നതായിട്ട് നമുക്ക് കാണാം. 8-ാമത്തെ വാക്യം 8 മുതൽ 13 വരെ പ്രാരംഭമായിട്ട് നമുക്ക് വായിക്കാം.
എട്ടാമത്തെ വാക്യം, ലൂസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. യാതൊരു കാരണവശാലും ഇവന് നടക്കാൻ കഴിയത്തില്ല. കാര്യം അമ്മയുടെ ഗർഭം മുതൽ മുടന്തന. ഇങ്ങനെയുള്ള സൗഖ്യങ്ങളാണ് നമ്മൾ കാണേണ്ടുന്നത്. കാലിന് ശക്തിയില്ലാതെ ഉള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. 9, അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ട് അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, കണ്ടോ, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ഇവൻ ജമ്പ് ചെയ്ത് എഴുന്നേൽക്കുക. പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് എടുത്ത് ചാടി ജമ്പ് ചെയ്ത് എഴുന്നേൽക്കുക, കുതിച്ച് എഴുന്നേറ്റു. പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട്, ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നുവെന്ന് ലുക്കവോന്യ ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു. അവർക്ക് ഇത് കണ്ടിട്ട് അന്തം വിട്ടുപോയി. ഇവനെ വർഷങ്ങളായിട്ട് അവർ കാണുന്നത് അമ്മയുടെ ഗർഭം മുതൽ മുടന്തന്. അവൻ ചാടി എഴുന്നേറ്റ് ജമ്പ് ചെയ്യുന്നത് കണ്ടിട്ട് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവർ പറയാ, ദേവന്മാരും മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കവോന്യ ഭാഷയിൽ വിളിച്ചു പറഞ്ഞു. ബർന്നബാസിന് ഇന്ദ്രൻ എന്ന്, പൗലോസിന് മുഖ്യ പ്രസംഗിയാകിയാൽ അവന് ബുധൻ എന്നും പേര് വിളിച്ചു. പട്ടണത്തിന്റെ മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഗോപുരത്തങ്ങൾ കൊണ്ടുവന്നു പുരുഷാരത്തോടു കൂടെ ഈ യാഗം കഴിപ്പാൻ ഭാവിച്ചു. അവിടെ ഞാനൊന്ന് നിർത്തുക. ഇവിടെ ലൂസ്ത്രയിൽ നടക്കുന്ന ഒരു വലിയ വിടുതല, ഒരു മുടന്തനായ ഒരു മനുഷ്യന്റെ വിടുതലോട് ലൂസ്ത്രയിലെ ശുശ്രൂഷ ആരംഭിക്കുക. എവിടെ? ലുക്കവോനിയയിൽ നിന്ന് ഇക്കോനിയയിൽ നിന്ന് ഓടി വന്നിരിക്കുക ലൂസ്ത്ര എന്ന് പറയുന്നത് അവിടുന്ന് ഏകദേശം 18 കിലോമീറ്റർ ദൂരെയാ. ഇക്കോനിയയിൽ നിന്ന് ഇവിടെ 18 കിലോമീറ്റർ ദൂരെയാ ഇവിടെ ഓടി വന്നിരിക്കുക. ഇവിടെ വന്നിടത്ത് ഈ ഒരു വലിയ അത്ഭുതത്തോടു കൂടി കാര്യങ്ങൾ ഇവിടെ ആരംഭിക്കുക. മുടന്തനായ ഒരു മനുഷ്യന്റെ വിടുതലോടുകൂടി ലൂസ്ത്രയിലെ ശുശ്രൂഷ ആരംഭിക്കുക. ബർന്നബാസിന് ഈ ഒരു ഇത് നടന്നു കഴിഞ്ഞപ്പോഴത്തേന്, അതായത് ഈ മുടന്തനെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോഴത്തേന് ജനം അന്താളിച്ചു പോയി. അവര് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത അത്ഭുതമാണ്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. ഒത്തിരി മന്ത്രവാദങ്ങൾ കണ്ടിട്ടുണ്ട്, ഒത്തിരി പേര് ചപ്പടി വിദ്യകളൊക്കെ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ്. ഇത് കണ്ടിട്ട് അവരന്താളിച്ച് അന്തം വിട്ടുപോയി. അങ്ങനെ ഓടി വന്നിട്ട് ബർന്നബാസിനെ ഇന്ദ്രൻ, അതായത് ജൂപ്പിറ്റർ ദേവൻ, അവരുടെ സിയൂസ് എന്ന് പറയും, സിയൂസ്, ജൂപ്പിറ്റർ ദേവൻ മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. പൗലോസിനെ കണ്ടിട്ട്, പൗലോസ് ബുധനാണ്, അതായത് മെർക്കുറി എന്ന് പറയുന്നത് ഹെർമസ് എന്ന് പറയുന്ന ദേവന, ഹെർമസ്. ഈ ജൂപ്പിറ്ററും മെർക്കുറിയും ഈ രണ്ട് ദേവന്മാര് മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. മനുഷ്യർക്കാർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇവർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കവോന്യ ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു. അവിടുത്തെ ഭാഷ ലുക്കവോന്യ പട്ടണങ്ങളായതെല്ലാം. ബർന്നബാസിന് ഇന്ദ്രൻ എന്നും പൗലോസിന് മുഖ്യ പ്രസംഗിയാകിയാൽ അവന് ബുധൻ എന്നും പേർ വിളിച്ചു. പട്ടണത്തിന്റെ മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ, അതായത് ഇന്ദ്രന്റെ ക്ഷേത്രം, ഈ സിയൂസിന്റെ ക്ഷേത്രം അവിടുണ്ട്. ക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഗോപുരത്തങ്കിൽ നിന്ന് കൊണ്ടുവന്ന് പുരുഷാരത്തോടു കൂടെ യാഗം കഴിപ്പാൻ ഭാവിച്ചു. ഒരു ഭയങ്കര കാര്യം ഇവിടെ ആരംഭിക്കാനായിട്ട് പോയി. ഇവർക്ക് വേണ്ടിയിട്ട് ഒരു വലിയ യാഗം നടത്താൻ പോകുക. 14 മുതൽ 18 വരെയുള്ള ഭാഗങ്ങൾ. ഇത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഓടിച്ചെന്നു നിലവിളിച്ചു പറഞ്ഞു. അവര് വസ്ത്രം കീറിയിട്ട് ഓടിച്ചെല്ലുന്നത് അവര് ദേവന്മാരാണെന്ന് പറഞ്ഞപ്പോൾ അവർ ദേവന്മാരൊന്നും അല്ല, ഞങ്ങൾ നിങ്ങളെ പോലുള്ള സാധാരണ മനുഷ്യരാണ്. പൗലോസും ബർന്നബാസും ഇത് കേട്ടിട്ട് വസ്ത്രം കീറി പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഓടിച്ചെന്നു. ഞങ്ങൾ നിങ്ങളെ പോലുള്ള സാധാരണ മനുഷ്യരാണ്, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ആരാധനകൾ കഴിക്കരുത്, ദൈവത്തെ ആരാധിക്കണം. ഇവർ ഈ വസ്ത്രം കീറാൻ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു യഹൂദിയ കൾച്ചറാണ്, യഹൂദിന്റെ ഒരു രീതിയായി വസ്ത്രം കീറുന്നത്. എപ്പോഴായി വസ്ത്രം കീറുന്നതെന്ന് അറിയാമോ? ദൈവദൂഷണം കേൾക്കുമ്പോഴാണ്. ദൈവദൂഷണം പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രം കീറും, വലിച്ചു കീറും. അത് അവർക്ക് അവരുടെ ദൈവദൂഷണത്തിന്റെ എന്താ പറയുന്നത്, അതിൽ അവർക്ക് മാക്സിമം ഏത് രീതിയിൽ പ്രതികരിക്കാമോ അതാണ്. അവർ ഇട്ടിരിക്കുന്ന വസ്ത്രം വലിച്ചു കീറുന്നത് ദൈവത്തിനെതിരായിട്ട് ആരെങ്കിലും ദൂഷണം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് മഹാപുരോഹിതൻ ചെയ്തത്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഗത്സമനയിൽ വെച്ച് പിടിച്ചിട്ട്, അവര് സന്നിധിൻ സംഘമാണ് പിടിച്ചിട്ട് മഹാപുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവന്നു കഴിയുമ്പോൾ മഹാപുരോഹിതൻ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, നീ മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, അതെ ഞാൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗം, മേഘത്തേരുകളിൽ ഞാൻ വരുന്നത് നിങ്ങൾ കാണും എന്ന് പറയുന്ന ആ ഭാഗത്ത് മഹാപുരോഹിതൻ വസ്ത്രം വലിച്ചു കീറുന്നത് കാണാം. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്ര വലിയ ദൈവദൂഷണം, ഇതിനേക്കാൾ വലിയൊരു ദൈവദൂഷണം ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് ആ വലിച്ചു കീറുന്നത്. അതേ സെയിം കാര്യമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ പോളും ബർന്നബാസും വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ച് പറഞ്ഞത് 14-ാമത്തെ വാക്യം. 15-ാമത്തെ വാക്യം, പുരുഷന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും
അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. മനസ്സിലായോ? ഞങ്ങളെ ആരാധിക്കല്, നിങ്ങൾ ഈ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു എന്ന് പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികളിൽ നടപ്പാൻ സമ്മതിച്ചു. എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്തു നിന്നും മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോകുന്നതിനാൽ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. അവർ ഇങ്ങനെ പറഞ്ഞ് തങ്ങൾക്ക് ഈ യാഗം കഴിക്കാതെ വണ്ണം പുരുഷാരത്തെ പ്രയാസത്തോട് തടുത്തു. അവര് വലിയ യാഗം കഴിച്ച് കാളയൊക്കെ അറുത്ത് പൂമാലയും ഒക്കെ ആയിട്ട് വന്ന് ഇവർക്ക് രണ്ടുപേർക്കും യാഗം കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നതാ. എന്നാൽ വളരെ ബുദ്ധിമുട്ടോടുകൂടി അവരെ അതിൽ നിന്ന് ഒഴിവാക്കുവാനായിട്ടും തടയുവാനായിട്ട് കഴിഞ്ഞു. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പോളും ബർന്നബാസും വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇവർക്കൊരു വലിയ സൽക്കാരം കൊടുക്കുകയാണ്. ഓരോ രീതിയിലാണ് സാത്താൻ ഇടപെടുന്നത്. സാത്താൻ ചെയ്യാവുന്ന അന്യായം മുഴുവനും അന്ത്യോക്യയിൽ ചെയ്തു. ഇക്കോനിയയിൽ നിൽക്കാൻ പറ്റാത്ത പരവുമായി. അവിടുന്ന് ലൂസ്ത്രയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഓരോ രീതിയിലാണ് സാത്താൻ ഇടപെടുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടുന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര വാം വെൽക്കം കൊടുക്കുകയാണ്. അവരെ ദേവന്മാരായിട്ടും രാജാക്കന്മാരായിട്ടും കാണുന്ന രീതിയിൽ ഇവരവിടെ നിന്നിരുന്നെങ്കിൽ, ഇവരവിടെ മിണ്ടാതെ നിന്നിരുന്നെങ്കിൽ, ഇവരുടെ പേരിൽ അവിടെ പള്ളി പണിതേനെ, ഇവര് ഭയങ്കര ആരാധ്യന്മാരായിരുന്നേനെ രണ്ടുപേരും. ഏതെല്ലാം രീതിയിൽ അവരത്തിന് വീഴിക്കാൻ പറ്റും. പോളും ബർന്നബാസും അതിൽ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ലുക്കവോനിയ പട്ടണം, ലീസ്ട്ര, അവിടെ ദൈവമായിട്ട് ഇവരെ വാഴിച്ചേനെ രണ്ടുപേരെ. ഇന്ദ്രനും ബുധനും എന്നുള്ള രീതിയിൽ അവര് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി അവിടെ നിന്നേനെ. അതാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. എല്ലാ അടവുകളും ഓരോന്നും വരുന്നത് കാണുമ്പോൾ മനസ്സിലായിക്കോണം, ഇതൊന്നും മനുഷ്യനല്ല, ഇത് മുഴുവനും സാത്താന്റെ അടവുകളാ. എന്നെ പലപ്പോഴും ഈ സാത്താന്റെ അടവുകളിൽ പലതും എന്നെ ചിന്തിച്ചിട്ടുള്ളതില് നിസാരമെന്ന് നമുക്ക് തോന്നാമെങ്കിലും എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഈ അനാക്യ മല്ലന്മാർ. അനാക്യ മല്ലന്മാരെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. സാത്താൻ നമുക്ക് ഈ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഞാൻ എന്റെ റെഫറൻസ് എടുത്തിട്ടില്ല. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 4 വരെ വായിച്ചു കഴിഞ്ഞാൽ ഞാനത് പെട്ടെന്നൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അവിടെ പറയുന്നൊരു ഭാഗമുണ്ട്. ഉൽപ്പത്തി 6-ന്റെ 1 മുതൽ 4 വരെ. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു. അതിന്റെ ശേഷവും ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. ഈ മല്ലന്മാർ, അനാക്യ മല്ലന്മാര്. ദാവീദ് ഗോലിയാത്തിനെയൊക്കെ കാണത്തില്ല, ഇങ്ങനെ മേപ്പോട്ട് നോക്കണം, ഏകദേശം ഒരു 12 അടി 13 അടിയൊക്കെ നീളത്തിൽ നിൽക്കുന്ന ആൾക്കാർ. കൈ ഒന്ന് വീശി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ദാവീദ് കറങ്ങി താഴെ വീണുപോകും. ആ ടൈപ്പിലുള്ള ആൾക്കാർ, അനാക്യ മല്ലന്മാര്. അവര് അങ്ങനെയുള്ള ആൾക്കാരെ ഒക്കെ കണ്ടിട്ടാണ് മോശയും യോശുവയും കൂടെ ഇവരെ ദേശം ഉറ്റുനോക്കാൻ അയക്കുമ്പോഴത്തേന് ഇത്തരം ആൾക്കാർ അവിടെ ഉണ്ട്, നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് ഇവര് തിന്നുകളെയും അവർ കൊന്നുകളെയും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു രംഗം നിങ്ങൾക്ക് അറിയാം. അനാക്യ മല്ലന്മാര്. ഇതാരായി അനാക്യ മല്ലന്മാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാത്താന്യ ദൂതന്മാരാണ്. ആ ദൂതന്മാര് മനുഷ്യരുടെ മക്കളെ, അതായത് സ്ത്രീകളെ, അവരുമായിട്ട് ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ. അതിന്റെ ശേഷവും ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർക്ക് മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ. ഇവര് എന്തിനാണ് സാത്താൻ ഇത്രയും ഭയങ്കര അന്യായമൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഈസൈഡ് വാതിലുകൾ അടയ്ക്കണം. ഇവർ യാതൊരു വിധത്തിലും ഈ വാഗ്ദത്ത ദേശത്ത് കടക്കാൻ പാടില്ല. ഇവർ ഈ വാഗ്ദത്ത സന്തതിയായി തുടരാൻ പാടില്ല. ഇവരിൽ കൂടി ഒരു വിമോചകൻ ജനിക്കാൻ പാടില്ല. ഇവരിൽ കൂടി സാത്താന്റെ തലയെ തകർക്കുന്ന ഒരാൾ വരാൻ പാടില്ല. അതുകൊണ്ട് എല്ലാം പഴുതും അടയ്ക്കുക എന്നുള്ളത്. ഇവരെ ആ ദേശത്തു നിന്ന് ഓടിച്ചു വിടുക. വർഷങ്ങളോളം അടിമകളായിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി പാർക്കുക. അവിടെ കയറാൻ സമ്മതിക്കല്ല. വരുന്നത് തന്നെ എത്ര രാജാക്കന്മാരുമായിട്ടും എത്ര രാജ്യത്തോട് യുദ്ധം ചെയ്തിട്ടാണെന്നറിയാമോ? അവസാനമില്ല, സദാം ഹുസൈനെ പിടിക്കാൻ ചെന്ന് കഴിയുമ്പോഴത്തേന് ഏതൊക്കെയോ ടണലിലും അതുപോലുള്ള ഉള്ളറകളിലും ഒക്കെ അത് പൂട്ടി തുറന്ന് ചെല്ലുമ്പോഴത്തേനും അടുത്ത ടണൽ എന്നൊക്കെ പറഞ്ഞതുമാതിരിയാണ്. ഉപരോധങ്ങൾ ഹാർഡിൽസ് ഏർപ്പെടുത്തിയിരിക്കുക. അവസാനത്തെ ഉപരോധങ്ങളിൽ ഒന്നാണ് ഈ അനാക്യ മല്ലന്മാരെന്ന് പറയുന്നത്. ഇവരെ കണ്ടു കഴിഞ്ഞാൽ അവസാനം പേടിച്ചോടണം. ഇവരിലോട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഇവരിലൂടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ആ ലെവലിലുള്ള ആൾക്കാരെ ഇറക്കിയിരിക്കുക.
ഇതെല്ലാം സാത്താൻ സ്വന്തമായിട്ട് മനുഷ്യരുടെ പുത്രിമാരിൽ നിന്ന് സന്തതികളെ ജനിപ്പിച്ചിരിക്കുക. അനോഖ്യ മല്ലന്മാരെന്ന് പറയുന്നത് A to Z അടവുകൾ ഇവൻ പ്രയോഗിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്. ആ ദേശത്ത് കടക്കാതിരിക്കാനും വാഗ്ദത്തം പ്രാപിക്കാതിരിക്കാനും വാഗ്ദത്ത സന്തതി വരാതിരിക്കാനും ഉള്ള എല്ലാ അടവുകളും പ്രയോഗിക്കും. എന്നാൽ ആ അടവുകളൊന്നും നടന്നില്ല. കാലാകാലങ്ങളിൽ നടക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം നിറപടിയായിട്ട് നിവൃത്തിയായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഇവരെടുക്കൽ ചെയ്യുന്ന അതുപോലത്തെ ഒരു കാര്യമാണ്. ഇവരെ ബുധനെന്നും ഇന്ദ്രനെന്നും ഒക്കെ പറഞ്ഞ് ആരാധിക്കുവാൻ ഉള്ള രീതിയിലുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കുകയാണ്. 19-ാമത്തെ വാക്യം 18. അവർ അങ്ങനെ പറഞ്ഞ് തങ്ങൾക്ക് യാഗം കഴിക്കുന്നത് തടഞ്ഞു. 19-ാം വാക്യം. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി. എവിടുന്നൊക്കെ ആൾക്കാർ വന്നേക്കുന്നത് നോക്കിയേ. അന്ത്യോക്യ എത്ര ദൂരമാണെന്നറിയാം. അന്ത്യോക്യ എന്ന് പറയുന്നത് 100 കിലോമീറ്റർ ദൂരെയാണ്. ഇക്കോന്യ എന്ന് പറയുന്നത് 18 കിലോമീറ്റർ ദൂരെയാണ്. ഇവിടുന്നൊക്കെ ആൾക്കാർ വണ്ടി കയറി വന്നിരിക്കുക ഉപദ്രവിക്കാനായിട്ട്. ഈ സംഗതി നമുക്കുണ്ടാകും എന്ന് നിങ്ങൾ അടിവരയിട്ട് ഞാൻ നിങ്ങളെ വീണ്ടും വീണ്ടും അറിയിക്കുക. എവിടെ പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ പുറകെ തുരത്തി വന്ന് നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. ഈ ലൂസ്ത്രയിൽ വന്ന് താമസിക്കുമ്പോഴും ഇവിടെ വന്നിട്ട് പൗലോസിനെ കല്ലെറിഞ്ഞ് കൊന്നിട്ട് പോവുകയാണ്. കല്ലെറിഞ്ഞു എന്നൊക്കെ പറയുമ്പോഴത്തേന് സാധാരണ കല്ലല്ല. ഞാൻ ഒരു പടം നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇത് എല്ലാവരും വരുന്നവരെല്ലാവരും എറിയും. എന്തിനാ എറിഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും വലിയ പിടി ഉണ്ടാകത്തില്ല. ഇത് കണ്ടില്ലേ, ഈ സംഗതിയാണ്. And there came thither certain Jew from Antioch and Iconium, who persuaded the people, and having stoned Paul, drew him out of the city, supposing he had been dead. മനസ്സിലായോ? ഈ ടൈപ്പിലുള്ള കല്ല കയ്യിലിരിക്കുന്ന കണ്ടില്ലേ. എറിഞ്ഞ് കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ എന്താ ഒരു സീരിയസ്നെസ് അതിൻ്റെ? ഒരുമാതിരി നീചമായ കുലയിൽ ഒരു പ്രധാനപ്പെട്ട രീതിയാണ് എറിഞ്ഞു കൊല്ലുക എന്ന് പറയുന്നത്. ഏറെന്ന് പറയുന്നത് യാതൊരു ലൈസൻസും ഇല്ലാത്ത ഏറാ. അത് തലയിലും മുഖത്തും നെഞ്ചത്തും കാലിനും കൈക്കും എറിഞ്ഞു ഒടിച്ചു കളയുക. എറിഞ്ഞു കുഴഞ്ഞു വീണു പോകും നമ്മൾ. തലയ്ക്കും എറിഞ്ഞു പൊട്ടി വിരൂപമായി പോകും, വികൃതമായി പോകും. അതുപോലെ എറിഞ്ഞു കൊല്ലുക എന്ന് പറയുന്നത്. 19-ാമത്തെ വാക്യം. ഇവിടെ എവിടുന്നൊക്കെ ആള് വന്നേക്കുന്നത് നോക്കി. അന്ത്യോക്യയിൽ നിന്ന് ആള് വന്നേക്കുക 100 കിലോമീറ്റർ അപ്പുറത്തു നിന്ന്. ഇക്കോനിയയിൽ നിന്ന് ആള് വന്നേക്കുക 18 കിലോമീറ്റർ ദൂരെ നിന്ന്. എവിടെ നിന്നെല്ലാം വണ്ടി പിടിച്ച് വന്നേക്കുന്നത് നോക്കി. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോനിയയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി. ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ വശത്താക്കി. ഭയങ്കര കോൺസ്പിറാസിയാണ്. പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. ഇതാ ഞാൻ പറയുന്നത്, കാലെ പിടിച്ചു വലിച്ച് ഇഴച്ചുകൊണ്ട് പോയി വെളിയിൽ തോട്ടിൽ കളഞ്ഞു എന്ന് പറയത്തില്ലേ, അതുമാതിരി കളഞ്ഞിട്ട് പോയത്. പട്ടണത്തിൽ നിന്ന് എറിഞ്ഞ് കൊന്നിട്ട് അവിടെ നിന്ന് പട്ടണത്തിന് വെളിയിൽ കൊണ്ട് കളഞ്ഞിട്ട് പോയി. അത്ര ഭയങ്കര അന്യായമാണ് ചെയ്തേക്കുന്നത്. 19-ാമത്തെ വാക്യം 20-ാമത്തെ വാക്യം കൂടെ വായിച്ച് കൽപ്പിക്കാം. പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. 20. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്ന് പിറ്റന്നാൾ ബർന്നബാസിനോടുകൂടെ ദർബയ്ക്ക് പോയി. ദൈവമാണ് ഇവരെ അയച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് ഇവര് ഈ ശുശ്രൂഷകൾ ഇവിടെ നിവർത്തിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് അവർ മരിച്ചു എന്ന് കണ്ടിട്ട് വലിച്ചെഴിച്ച് പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കളഞ്ഞെങ്കിലും സഹോദരന്മാര് കൂടെ ചുറ്റി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവിടെ നിന്നും കാലൂന്നി എഴുന്നേറ്റ് നിൽക്കുക. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ഒറ്റ വാക്കിൽ എഴുതി അങ്ങ് വിട്ടിരിക്കുക. പോളിനെ കല്ലെറിഞ്ഞു കൊന്നു എന്ന്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ഒറ്റ ലൈൻ അത് എഴുതിയിട്ടുള്ളൂ. കാര്യം ഇത് പോളിന്റെ ഓട്ടോബയോഗ്രാഫി അല്ല. ഇവിടെ എന്താണ് നടക്കുന്നത്, പരിശുദ്ധ ആത്മാവിനാൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതിനെ കാണിക്കുവാൻ വേണ്ടി എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ്. ഇവിടെ ഏറ്റവും ഭയങ്കര ടഫസ്റ്റ് പെർസിക്യൂഷനിൽ ഒന്നാണ് ഈ കല്ലെറിഞ്ഞു കൊല്ലുക എന്ന് പറയുന്നത്. ഓരോ ഏറ് കൊള്ളുമ്പോഴും പോള് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുക. ചിരിച്ചുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇവിടെ നടന്ന പ്രസംഗത്തിന്റെ ഇമ്പാക്ട് എന്താന്നുള്ളത് അടുത്ത അധ്യായം വരുമ്പോൾ ഞാൻ കാണിക്കാം. 16-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ ഞാൻ പറഞ്ഞു തരാം എന്താ നടക്കുന്നതെന്ന്. ഇവിടെ തിമോത്തിയെ രക്ഷിക്കുന്നത് ഈ കല്ലേറിലാണ്. ഈ ഭയങ്കര സംഭവമാണ് തിമത്തിയോസിനെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുന്നത്. പോളിന്റെ മരണം വരെ കൂടെ ഉണ്ടായിരുന്ന അരുമ ശിഷ്യനെ വാർത്തെടുത്തത് ഈ കല്ലേറും ഇവിടെ നടന്ന പെർസിക്യൂഷനുമാണ്. ലൂസ്ത്രയിൽ നടന്നത്. തിമോത്തി ഈ ലിസ്ത്രക്കാരനാണ്. അടുത്ത 16-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ ഞാൻ തിമോത്തിയെ കുറിച്ച് കൂടുതൽ വിവരിക്കാം. എന്നാലും 1-2 വാക്യം മാത്രം ഒന്ന് കാണിക്കാം.
തിമോത്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 16-ാമത്തെ അധ്യായം അതിന്റെ 1-2 വാക്യം മാത്രം ഒന്ന് കാണിക്കാം. അവിടെ പറയാണ്, അവൻ ദർബയിലും ലൂസ്ത്രയിലും ചെന്നു. അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തിമത്തിയോസ് എന്നു പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. അവന്റെ അപ്പൻ യവനനായിരുന്നു. ലൂസ്ത്രക്കാരനാണ് തിമത്തിയോസ്. അവൻ ലൂസ്ത്രയിലും ഇക്കോനിയയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. തിമോത്തിയോസിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് ഇവിടെ. പോളിനെ എറിഞ്ഞു കൊല്ലുമ്പോൾ പോൾ വിട്ടച്ചു പോലെ, ക്രൈസ്റ്റ് ഡൈഡ് ഫോർ യുവർ സിൻസ്, നിങ്ങൾ അതിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷ പ്രാപിക്കുക എന്ന് അവരോട് പ്രസംഗിക്കുക. ഓരോ ഏറ് കൊള്ളുമ്പോഴും മരിച്ചു വീഴുന്നത് വരെ യേശുവിന്റെ സാക്ഷിയായിട്ട് നിൽക്കുക. അതിലൊരു വിരോധമോ കഴുത്ത് വെട്ടി കളയുന്നതിന് പോലും ഒരു വിരോധവും ഇല്ലാതെ ശക്തിയോട് കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കുക. ഈ ആത്മീക ധൈര്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കേണ്ടത്. അവിടെ സഹിച്ച കഷ്ടപ്പാടുകൾ കണ്ടുകൊണ്ട് നിന്ന ദൃക്സാക്ഷിയാണ് ഈ തിമത്തിയോസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണെന്നറിയാമോ, 1-ാമത്തെ മിഷണറി യാത്ര പോയി കഴിഞ്ഞപ്പോൾ മുതൽ തിമത്തിയോസ് പൗലോസിനെ പോലെ ഇവിടെ ശുശ്രൂഷിക്കാൻ തുടങ്ങിയത്. ഇക്കോനിയയിലും, നമ്മളിപ്പോ 2-ാമത്തെ വാക്യത്തിൽ വായിച്ചു കേട്ട ഭാഗം എന്തുവാ, ഇവിടെ കണ്ടില്ലേ, അവൻ ലൂസ്ത്രയിലും ഇക്കോനിയയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. ഈ ഇക്കോനിയ എന്ന് പറയുന്നത് ഇവിടുന്ന് ഏകദേശം 20 കിലോമീറ്റർ ദൂരെയാണ്. 18 കിലോമീറ്റർ, 20 കിലോമീറ്റർ. അവിടം വരെയുള്ള ആൾക്കാർക്ക് തിമത്തിയോസിനെ അറിയാം, തിമത്തിയോസിനെ കുറിച്ചുള്ള സാക്ഷ്യം അറിയാം, നല്ല സാക്ഷ്യം കൊണ്ടവൻ. കാര്യം പോൾ ഇവിടുന്ന് പോയപ്പോൾ മുതൽ ഈ സുവിശേഷത്തിന്റെ തീയുമായിട്ട് നിൽക്കുന്ന ഒരു ഭയങ്കര ഒരു ശിഷ്യനായിട്ട് മാറിയിരിക്കുകയാണ് തിമത്തിയോസ്. 2 തിമത്തിയോസിൽ ഇവിടെ എഴുതുന്ന ഒരു ഭാഗത്ത് ഇത് പോള് തിമത്തിയോസിനെ ഒന്ന് ഓർപ്പിക്കുന്ന ഒരു രംഗം മാത്രം ഞാൻ വായിച്ച് അവിടുന്ന് തൽക്കാലം മാറാം. 2 തിമത്തിയോസ് 2:3 3:11 അവിടെ പറയുക, അന്ത്യോക്യയിലും ഇക്കോനിയയിലും ലൂസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. പോളിനോട് തിമത്തിയോസിനോട് പറയാ, നീ എനിക്ക് അന്ത്യോക്യയിലും ഇക്കോനിയയിലും ലൂസ്ത്രയിലും സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും നീ കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. മനസ്സിലായോ? എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും. തിമത്തിയോസിനെ ധൈര്യപ്പെടുത്തുന്ന ഒരു രംഗം പറയുക. അവിടെ പറയുന്ന രംഗമാണ് ഈ അന്ത്യോക്യയിലും ഇക്കോനിയയിലും ലൂസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നുവെന്ന് തിമത്തിയോസിനോട് പറയുക. ഇതിന്റെ ഒരു ദൃക്സാക്ഷിയായിരുന്നു. എറിഞ്ഞു കൊല്ലുമ്പോഴും അതിന്റെ മുന്നിൽ പോളിന്റെ ധൈര്യം കണ്ട് ആ വിശ്വാസത്തിൽ ഉറച്ച ഒരു മനുഷ്യനായി തിമത്തിയോസ് എന്ന് പറയുന്ന യങ്സ്റ്റർ, ചെറുപ്പക്കാരനാണ്, ടീനേജറാണ്. ആ സമയത്ത് കർത്താവിന്റെ ഒരു ധീര പഠനമായിട്ട് നിൽക്കുവാൻ തനിക്ക് അതിനുശേഷം ആ പോളിൽ വ്യാപരിക്കുന്ന ദൈവിക ശക്തി, തന്നിൽ ദൈവം കൊടുത്തിരിക്കുന്ന ആത്മധൈര്യം, അതൊക്കെ തിമത്തിയോസിനെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്ത ഫാക്ടറുകളാണ് കർത്താവിന് വേണ്ടി ധൈര്യത്തോടെ നിൽക്കുവാനായിട്ട്. ശിഷ്യന്മാർ അവനെ ചുറ്റി നിന്നപ്പോൾ നമുക്ക് പ്രവൃത്തിയിലേക്ക് തിരിച്ചു വരാം. 14-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു. പിറ്റന്നാൾ ബർന്നബാസിനോടുകൂടെ ദർബയ്ക്ക് പോയി. അത്രയും ഏറ് കൊണ്ടിട്ടും അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ലൂസ്ത്രയിൽ നിന്നും അടുത്ത ദിവസം ദർബയിലേക്ക് പോവുകയാണ്. ഈ ഏറ് കൊള്ളുന്ന സമയത്ത്, അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. ഏറ് കൊള്ളുന്ന സമയത്ത് നമുക്കൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പോളിനെ ഇവിടെ ഈ എറിയുന്ന ഒരു സമയത്ത്, ഒരു വാക്യം കൂടെ ഒന്ന് കാണിച്ചോട്ടെ. പോൾ ആക്ച്വലി മരിച്ചു പോയതാ. ഈ ഏറ് കൊള്ളുന്ന സമയത്ത് ആക്ച്വലി പോൾ മരിച്ചു പോയതാ, എറിഞ്ഞു കൊന്നതാണ്. ഇവിടെ എറിഞ്ഞു, നമ്മൾ വായിക്കുന്ന ഭാഗത്ത് അവരെ എറിഞ്ഞു, അവിടുന്ന് മരിച്ചു എന്ന് കണ്ടിട്ട് അവരെ കളഞ്ഞിട്ട് പോയി നമ്മൾ വായിച്ചു. ആക്ച്വലി പോൾ ഇവിടെ മരിച്ചു പോയതാ, എറിഞ്ഞ് ശ്വാസം നിന്നു പോയതാ, ആത്മാവ് തന്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ടതാ. ഇത് പോൾ പറയുന്ന ഒരു രംഗമാണ് ഞാൻ ഈ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. 2 കൊരിന്ത്യൻസ് 12-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ ഞാനത് വായിച്ച് കേൾപ്പിക്കാം. അവിടെ പോൾ പറയുകയാണ്, പ്രശംസിക്കുന്നതിൽ പ്രയോജനമില്ല, എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. കൊരിന്ത്യയിൽ ഒരു ഭയങ്കര ഇൻസിഡന്റ് ഉണ്ടാകുക 2 കൊരിന്ത്യൻസിൽ അതിനു വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്നതാണ്. കാര്യം ഇവിടെ മുഴുവൻ യഹൂദിയ മശിഹ, പത്രോസിന്റെ ആൾക്കാര്, യേശു ക്രിസ്തുവിന്റെ ആൾക്കാരെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഗ്രൂപ്പ് തിരിഞ്ഞേക്കുക. അവര് പോളിനെതിരെ തിരിഞ്ഞിരിക്കുക. അവര് യഹൂദിയ മശിഹായെ പ്രസംഗിക്കുന്ന ആൾക്കാരാ. ഇവിടെ പോളിനെതിരെ തിരിഞ്ഞിരിക്കുമ്പോൾ പോള് തന്റെ ആ ഒരു എന്താ പറയുന്നത്, ഞാൻ എന്തിനു വേണ്ടി നിൽക്കുന്നു, ഞാൻ എന്താണ് പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല, ഞാൻ നിങ്ങൾ പറയുന്ന 12 അപ്പോസ്തലന്മാരെക്കാട്ടിൽ ഒട്ടും കുറവുള്ളവനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പ്രശംസിക്കുന്നതിൽ, ഞാൻ ആ ഭാഗം കൂടെ ഒന്ന് കാണിക്കാം. 11-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 22-ാമത്തെ വാക്യം മുതൽ പോൾ പറയുന്ന ഒരു രംഗം കണ്ടില്ലേ? ഇത് കണ്ടില്ലയോ? അവരെബ്രായരോ ഞാനും അതെ. ആരുടെ കാര്യമായി പറയുന്നതെന്ന് അറിയാമോ? യഹൂദിയ മശിഹായെ പ്രസംഗിക്കുന്നവർ യഹൂദന്മാര്,
അല്ലെങ്കിൽ 12 അപ്പോസ്തലന്മാരെ കുറിച്ച് പറയാണ്, അവർ എബ്രായരോ ഞാനും അതെ, അവർ ഇസ്രായേലിയരോ ഞാനും അതെ, അവർ അബ്രഹാമിന്റെ സന്തതിയോ ഞാനും അതെ, ഞാൻ യഹൂദന, ഞാൻ അവരെക്കാട്ടിൽ ഒട്ടും മോശക്കാരനല്ല, ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ, ഞാൻ ബുദ്ധിപൂർവമായി സംസാരിക്കുന്നു, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി, ഞാൻ അവരെക്കാട്ടിൽ ഒട്ടും മോശമല്ല. യഹൂദരാൽ ഞാൻ ഒന്ന് കുറെ 40 അടി 5 വട്ടം കൊണ്ടു. അവരൊക്കെ അനുഭവിച്ചതിന്റെ 7 ഇരട്ടി പ്രയാസം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അതിനു വേണ്ടിയിട്ട് യഹൂദരാൽ ഞാൻ ഒന്ന് കുറെ യഹൂദരാൽ ഒന്ന് കുറെ 40 അടി ഞാൻ 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിലാകപ്പെട്ടു, ഒരിക്കൽ രാപ്പകൽ മുഴുവനും വെള്ളത്തിൽ കഴിച്ചു. അതുപോലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഞാൻ സഹിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വ സഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. ഇത്രയെല്ലാം കഷ്ടങ്ങൾ ഞാൻ സഹിച്ച ഒരു അപ്പോസ്തലന്. കാര്യം 11-ാം അധ്യായത്തിൽ യഹൂദ മശിഹായുടെ ഉപദേശം അവിടെ തള്ളിക്കയറാൻ ശ്രമിക്കുമ്പോഴാണ് ആ ഒരു ന്യായപ്രമാണത്തിന്റെ ഉപദേശത്തിലല്ല, നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു മശിഹായുടെ ഉപദേശമല്ല പോൾ ഇവിടെ പ്രസംഗിക്കുന്നത്. അതാ ഇതിന്റെ ആദ്യ വാക്യങ്ങളിലൊക്കെ പറയുന്നത്, ഞാൻ നിർമ്മല കന്യകയായി നിങ്ങൾക്ക് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നൊക്കെ പോൾ പറയുന്ന, റെഫർ ചെയ്യുന്ന ഒരു ഭാഗം 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ ആദ്യ വാക്കുകൾ, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോട് എരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു വരുന്ന ഭാഗത്ത് പോൾ അതിനെ വിശദീകരിക്കുന്ന രംഗമായത്. ഇത് വിശദീകരിച്ച് വന്നിട്ടാണ് 12-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുന്നത്. ഈ 12-ാമത്തെ അധ്യായം ഒന്നും അന്നില്ല. ഈ 11-ാമത്തേത് കാര്യങ്ങൾ എഴുതി തുടർമാനമായിട്ട് ആ ചുരുളിൽ എഴുതി പോവുക. നമ്മളാണ് പിന്നെ ഇതിനെ അധ്യായമായിട്ടൊക്കെ തിരിച്ചത്. അങ്ങനെ ആ എഴുതിയതിന്റെ ലാസ്റ്റിൽ വന്നപ്പോൾ പോൾ പറയുന്ന ഒരു ഭാഗമാണിത്. പ്രശംസിക്കുന്നതിൽ പ്രയോജനമില്ല, എനിക്ക് എന്നെ കുറിച്ച് പ്രശംസിച്ച് പറയുന്നതിൽ താല്പര്യമില്ല, ഞാൻ അങ്ങനെ പറയാറില്ല. പോൾ പറയുക, ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നും എടുത്ത് പറയാറില്ല. കല്ലേറ് കൊണ്ടു എന്നൊക്കെ പറയുന്ന ഒരു ഏറ് കൊണ്ടുവന്ന് പറഞ്ഞ് വിട്ടിരിക്കുക, എറിഞ്ഞു കൊന്നതാ. എന്നിട്ടും പറയുകയാണ്, എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. എന്ത്? പ്രശംസിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. കാര്യം നിങ്ങൾ ഞാൻ പറയുന്നത് ഉൾക്കൊള്ളുന്നില്ല. നിങ്ങൾ എന്നേക്കാൾ 12 അപ്പോസ്തലന്മാർ പറയുന്ന, അല്ലെങ്കിൽ യഹൂദിയ മശിഹായുടെ ഉപദേശത്തെ നിങ്ങൾ എടുത്തു കാണിക്കുന്നു. അതുകൊണ്ട് പറയുക, ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറയുവാൻ പോകുന്നു. നിങ്ങളോട് പറയുന്നതിൽ എനിക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ പറയുക, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. പറയുന്നത് എന്താണെന്നറിയാമോ? ഈ ലൂസ്ത്രയിൽ വെച്ച് പോളിനെ എറിഞ്ഞു കൊന്നപ്പോൾ പോൾ സ്വർഗം വരെ എടുക്കപ്പെട്ടു, 3-ാം സ്വർഗത്തോളം. ദൈവം പോളിനെ 3-ാം സ്വർഗത്തോളം കൊണ്ടുപോയി സ്വർഗത്തിലെ ദർശനങ്ങൾ കാണിക്കുക. അതാ പോൾ ഇവിടെ റെഫർ ചെയ്യുന്നത്. ഇവിടെ പറയുന്നത്, ഞാൻ ഒരു മനുഷ്യനെ അറിയുന്നു, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ അറിയുന്നു എന്ന് പറയുന്നത് താനാണെന്ന് വെളിപ്പെടുത്തുന്നില്ല. എങ്കിലും താഴോട്ട് വായിച്ചു വരുമ്പോൾ അത് വ്യക്തമായിട്ട് നമുക്ക് തെളിയും. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് തോന്നരുത് പോൾ ഒരു അമാനുഷിക മനുഷ്യനാണ്, താൻ ദൈവവുമായിട്ട് ദൈവത്തിന്റെ സ്വർഗത്തിൽ കയറിപ്പോയിരിക്കുന്ന മനുഷ്യനാണ്, നമ്മളെ കൊണ്ടൊന്ന് എത്തിപ്പിടിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹത്തിന് എന്ത് പ്രത്യേക സിദ്ധി ഉണ്ടെന്നൊക്കെ ജനം വിചാരിക്കാതിരിക്കാൻ താനാണെന്ന് വെളിപ്പെടുത്തുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഈ ലൂസ്ത്രയിൽ എറിഞ്ഞു കൊല്ലുന്ന രംഗമാ പോളി റെഫർ ചെയ്യുന്നത്. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പർദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. ഈ പറയുന്നതിന്റെ താല്പര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എറിഞ്ഞ് കൊന്നിട്ട് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട സ്വർഗീയ ദർശനങ്ങളെ കണ്ട് അവിടെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മകൾ കണ്ടിട്ട് മടങ്ങി വന്നിരിക്കുന്ന മനുഷ്യനാ പോൾ. ആ പോളാണ് നമ്മളോട് ഈ സുവിശേഷം പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ ചപ്പും ചവറുമാ, ഇവിടുത്തെ ധനങ്ങളും സമ്പത്തും ചപ്പും ചവറുമാ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. അന്ത്യശ്വാസം വരെ ഞാൻ അതിനുവേണ്ടി പോരാടും. എനിക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുക. ഒരു തെരുവിൽ നിന്ന് മാറിപ്പോകലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
നിങ്ങൾക്ക് എൻ്റെ ജീവൻ പറിച്ചു തരണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് തയ്യാറാ. നിങ്ങൾ ഇത് വിശ്വസിക്കുവാൻ. അതുപോലെ പോയി കണ്ടിട്ട് വന്നിട്ട് നമ്മളോട് അറിയിച്ചിരിക്കുന്ന ഒരു സുവിശേഷത്തിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. പോളിനെ അങ്ങനെ എറിഞ്ഞു കൊല്ലുന്ന ഒരു രംഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. 21 വാക്യത്തിലേക്ക് മടങ്ങി വരാം. നമ്മുടെ സമയം തീരുകയാണല്ലോ, ചില മിനിറ്റുകൾ കൂടെ ഉള്ളൂ ബാക്കി. ഞാൻ അതുകൊണ്ട് 21 വാക്യം വായിച്ച് അടുത്ത വാക്യങ്ങളൂടെ വായിച്ച് കാണിച്ച് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. 21 വാക്യം, ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ചു. എവിടെ? തന്നെ എറിഞ്ഞു കൊന്ന ആ ലൂസ്ത്രയിൽ നിന്നും ദർബയിലേക്ക് പോവുക. ദർബ എന്ന് പറയുന്ന അടുത്തൊരു സ്ഥലമാണ്. അവിടുന്ന് ഏകദേശം 10-90 കിലോമീറ്റർ ദൂരെ ഒരു സ്ഥലമാണ്. ആ ദർബയിലും പോയി അവിടെയും സുവിശേഷം അറിയിച്ചു. പലരെയും ശിഷ്യന്മാരാക്കിയ ശേഷം അവർ ലൂസ്ത്ര, ഇക്കോനിയ, അന്ത്യോക്യ എന്നീ പട്ടണങ്ങളിലേക്ക് മടങ്ങി ചെന്നു. തിരിച്ചു മടങ്ങി പോരുക. ഇവിടെ എല്ലാം പോയി സുവിശേഷം അറിയിച്ചതിന് ശേഷം അവിടെ നിന്നും തിരിച്ചു മടങ്ങി പോരുക. അതായത് 22 വാക്യം ഞാൻ കാണിക്കാം. ഇവിടെ നിന്നും മടങ്ങി പോരുന്ന ഒരു രംഗമാണ്. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. ഇവിടെ എല്ലാം പോള് പ്രസംഗിച്ചിട്ട് തിരിച്ചു പോരുന്ന ഒരു രംഗം. ഈ കഷ്ടം അനുഭവിച്ച സ്ഥലങ്ങളിൽ ഡർബയിൽ നിന്നും തിരിച്ച് ലിസ്ട്രയിൽ വരിക, അവിടെ നിന്ന് പിന്നെ ഇക്കോനിയ, പിന്നെ അന്ത്യോക്യ, ഇവിടെ എല്ലാം അവരോട് പ്രസംഗിക്കുന്നത് എന്താണെന്നറിയാമോ? വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിപ്പിച്ചു. നിങ്ങൾക്ക് കാറ് കിട്ടും, വീട് കിട്ടും, ലോട്ടറി അടിക്കും, ബിസിനസ് മെച്ചപ്പെടുമെന്നൊന്നും അല്ല ഈ പറയുന്നത്. അതൊന്നും ക്രിസ്തീയ മാർഗമല്ല. അതൊന്നും ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഒരു ഭാഗമേ അല്ല. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്ന കഷ്ടപ്പാടുകളാണ്, കർത്താവിന്റെ ക്രൂശ. അതിനെ പ്രസിദ്ധമാക്കുന്ന മാർഗമാണ് ക്രിസ്തീയ മാർഗം. ഇവിടെ കാറ് കിട്ടുകയും വീട് കിട്ടുകയും അനുഗ്രഹം കിട്ടുകയും ചെയ്ത മാർഗമല്ല അത്. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു പ്രബോധിപ്പിച്ച ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കൽ അവരെ പരമേൽപ്പിക്കുകയും ചെയ്തു. കണ്ടോ, ഇതാണ് ഗലാത്യ സഭകൾ എന്ന് പറയുന്നത്. ഗലാത്യ സഭകൾക്ക് എഴുതുന്ന ലേഖനം. ഈ സഭയാണ് പിന്നീട് ഇവിടെയാണ് ദുരുപദേശങ്ങൾ കടക്കാനിടയായതും ഈ കൊരിന്തിലെ കാര്യം പറഞ്ഞതുമാതിരി തന്നെ യഹൂദിയ മശിഹയുടെ ഉപദേശം, ന്യായപ്രമാണം അനുസരിക്കണം, പരിച്ഛേദന അനുസരിക്കണം എന്നുള്ള ഉപദേശങ്ങളൊക്കെ കടക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് അവിടെ സഭകൾ തോറും അവർക്ക് മൂപ്പന്മാരെ നിയമിച്ചു. എൽഡേഴ്സിനെ, ഓവർസിയേഴ്സിനെ അവരെ നിയമിക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിൽ അവരെ പരമേൽപ്പിക്കുകയും ചെയ്തു. അവരെ കർത്താവിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുക. 24 വാക്യം, അവർ പിസിദിയയിൽ കൂടി കടന്ന് പംഫുല്യയിലെത്തി തിരിച്ചു മടങ്ങി പോരുന്നുകൊണ്ടിരിക്കുക. പിസിദിയ വഴി പെർഗ, അവിടുന്ന് അത്തലിയയിലേക്ക് പോരുകയും അത്തലിയയിൽ നിന്നും തിരിച്ച് അന്ത്യോക്യയിലേക്ക് പോകുന്ന ഒരു ഭാഗം. പെർഗയിൽ വചനം പ്രസംഗിച്ച ശേഷം അത്തലിയയ്ക്ക് പോയി. 26, അവിടെ നിന്ന് കപ്പൽ കയറി അന്ത്യോക്യയിലേക്ക് പോയി. തങ്ങൾ നിവർത്തിച്ച വേലയ്ക്കായി ദൈവകൃപയിൽ അവരെ പരമേൽപ്പിച്ച് അയച്ചത് അവിടെ നിന്നായിരുന്നല്ലോ. അതായത് മടങ്ങി സിറിയയിലെ അന്ത്യോക്യയിലേക്ക് പോവുകയാണ്. അവിടെ നിന്നാണല്ലോ അവരെ അയച്ചത്. അതുകൊണ്ട് തിരികെ മടങ്ങി അങ്ങോട്ട് പോവുകയാണ്. 27 വാക്യം ഒന്ന് ശ്രദ്ധിക്കണം, അല്പം ഇമ്പോർട്ടന്റ് ആണത്. അവിടെ എത്തിയ ശേഷം സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോട് കൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തതും അറിയിച്ചു. അണ്ടർലൈൻ ഇട്ട് കാണേണ്ട ഒരു ഭാഗമാണ് അവസാനത്തെ ആ 2 ലൈൻ. ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തതും അറിയിച്ചു. മനസ്സിലായോ? ആരായി അറിയിച്ചത്? പൗലോസും ബർന്നബാസിൽ കൂടിയാണ് ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്നത്. മറ്റുള്ള അപ്പോസ്തലന്മാര് പ്രസംഗിച്ചത് ഈ ജാതികൾക്ക് തുറന്നു കൊടുക്കുന്ന കാര്യമല്ല. യഹൂദന്മാരുടെ ഇടയിൽ അവർ ശുശ്രൂഷിച്ചിരുന്നത്. അവർ യഹൂദന്മാരോടല്ലാതെ ആരോടും ശുശ്രൂഷിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ എടുത്തു പറയുന്നത് കണ്ടില്ലയോ? ജാതികൾക്ക്. And when they were come and had gathered the church together, they rehearsed all that God had done with them and how he had opened the door of faith unto the Gentiles. ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നത്. പ്രിയ ദൈവജനമേ, ഇത് ഞാൻ നിങ്ങളെ വീണ്ടും വീണ്ടും ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാനും നിങ്ങളും ജാതികള്. നമ്മൾ രക്ഷിക്കപ്പെട്ടത് ഈ സുവിശേഷത്തില്. 12 അപ്പോസ്തലന്മാർ പറഞ്ഞതല്ല ക്രിസ്ത്യാനിറ്റി. അവർ യഹൂദന്മാരാണ്. അവർ പ്രസംഗിച്ചത് യഹൂദിയ ഉപദേശമാണ്. അവരുടെ പ്രത്യാശ യഹൂദിയ ഉപദേശമാണ്. അവർ കാത്തിരിക്കുന്നതും അതിനു വേണ്ടിയിട്ട്. നമ്മുടെ പ്രത്യാശ ഇതാ. ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തത് പോളിൽ കൂടെയും ബർന്നബാസിൽ കൂടെയുമാണ്. എത്ര ക്ലിയർ ആയിട്ട് ആ താഴത്തെ 2 ലൈൻ അണ്ടർലൈൻ ഇട്ട് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കേണ്ട ഭാഗവും എടുത്തു കാണിക്കേണ്ട ഭാഗമാണ്. ഇത് വേറെ ഒരു അപ്പോസ്തലന്മാരിൽ കൂടെ തുറന്നു കൊടുത്തതായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടില്ല.
തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുക, ജാതികൾക്ക് എനിക്ക് നിങ്ങൾക്കും വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തതും അറിയിച്ചു. ഹല്ലേലൂയ. ഇവരിൽ കൂടി നടക്കുന്ന അത്ഭുതങ്ങളെ വർണ്ണിക്കുകയും അടുത്ത വാക്യം, പിന്നെ അവൻ ശിഷ്യന്മാരോട് കൂടെ കുറെ കാലം അവിടെ പാർത്തു. 14-ാമത്തെ അധ്യായം ഇങ്ങനെ അവസാനിക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് റീക്യാപ്പ് ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. അതായത് നമ്മൾ കണ്ടു, ഇവര് ലൂസ്ത്രയിൽ നിന്നും പെർഗയിൽ നിന്നും അന്ത്യോക്യയിൽ ചെല്ലുന്നു, അന്ത്യോക്യയിൽ നിന്നും ഐക്കോനിയയിൽ ചെല്ലുന്നു. ഇക്കോനിയയിൽ ഭയങ്കര പ്രയാസങ്ങൾ ഉണ്ടാകുകയും അവിടുന്ന് ഓടിപ്പോരുന്നിട്ട് ലിസ്ട്രയിൽ വരുന്നു. ലിസ്ട്രയിൽ വന്ന് സുവിശേഷം അറിയിക്കുമ്പോൾ അന്ത്യോക്യയിൽ നിന്നും ഇക്കോനിയയിൽ നിന്നും ആൾക്കാർ വന്ന് പോളിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതായിട്ട് കാണാം. അവിടെ നിന്നും സഹോദരന്മാര് ചേർന്ന് ആ ഡെഡ് ബോഡിയുടെ ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോള് ശ്വാസം തിരിച്ചു കിട്ടുകയും എഴുന്നേറ്റ് കൊത്തിയിരിക്കുകയും എഴുന്നേറ്റ് നിൽക്കുകയും പ്രാർത്ഥിക്കുകയും അവിടെ നിന്നും ഡെർബയിലേക്ക് പോവുകയും ചെയ്യുന്നു. ചെറിയ ഏറൊന്നുമല്ല ഇത്, പരിശുദ്ധാത്മാവിനാൽ ആ ബലം ധരിച്ചിരിക്കുക. അവിടുന്ന് ഡെർബയിൽ ചെന്ന് അവിടെ സുവിശേഷം അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ അതിനുശേഷം സഹോദരന്മാരെ എല്ലാവരെയും വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടതിനായിട്ട് പോയ റൂട്ടിൽ കൂടെ തന്നെ മടങ്ങി വരിക. ലൂസ്ത്രയിൽ വന്ന്, ഇക്കോനിയയിൽ വന്ന്, അന്ത്യോക്യയിൽ വന്ന്, പെർഗയിലും വന്ന് അവരെല്ലാം ഉറപ്പിച്ചതിന് ശേഷം ഗലാത്യ സഭകൾ സ്ഥാപിച്ചതിന് ശേഷം ഈ അത്തല്യ എന്ന് പറയുന്ന സ്ഥലത്ത് വരികയും അത്തല്യയിൽ നിന്ന് കപ്പൽ കയറി മടങ്ങി സെലൂക്കിയയിലെത്തുകയും അവിടെ നിന്ന് അന്ത്യോക്യയിലേക്ക് പോവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതാണ് അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായം. നമുക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളോ ഏതെങ്കിലും രീതിയിലുള്ള കൂടുതലുള്ള ഇൻഫർമേഷൻസോ ഇതിനെക്കുറിച്ച് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെട്ടായിട്ട് ഓരോ ക്ലാസ്സിലും ഓരോ അധ്യായങ്ങളിലും ഫിനിഷ് ആക്കാൻ വേണ്ടിയിട്ട് അല്പം ഫാസ്റ്റ് ആയിട്ട് പോകുന്നുവെങ്കിലും എത്രയോ അനുഗ്രഹീതമായ സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. തിമത്തിയോസ് പോളിനെ കണ്ട് ആ പോളിന്റെ ശുശ്രൂഷയും ആത്മീക ധൈര്യവും കണ്ട് പോളിനെ അവസാനം കഴുത്ത് വെട്ടി കൊല്ലുന്ന നേരം വരെ പോളിന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യനാണ് തിമത്തിയോസ്. തന്റെ ഉള്ളിൽ വീണ ആ തീ ഉണ്ടല്ലോ, ആ തീയാണ് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ വീഴേണ്ടുന്നത്. ഈ ശക്തിയാണ് നമുക്ക് ഓരോരുത്തർക്കും ധരിക്കേണ്ടത്. കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി നിൽക്കാം. യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായി, കർത്താവിന്റെ ക്രൂശിന്റെ സാക്ഷികളായി നിൽക്കുവാൻ എന്നെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തർക്കും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ.